പല സവിശേഷതകളും ഇതിനകത്തുണ്ട്. പിന്നെ മറ്റൊരു സവിശേഷത, ഫുൾ ഫീസ് കൊടുത്ത് പഠിക്കാം, കയ്യിലുള്ളത് നൽകി പഠിക്കാം. ഇനി പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പഠിക്കാനുള്ള പല സൗകര്യങ്ങളും ഇതിനകത്ത് പല പദ്ധതികളായിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പണമില്ലാത്ത ഒരാൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധ്യത ഇല്ലാതില്ല. അതിന് പല മാർഗങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഉള്ളവനെയും ഇല്ലാത്തവനെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ നിൽക്കുന്ന ആളുകൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ മുതൽ എന്നെപ്പോലെ മിനിമം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ വരെയുള്ളവർ ഈ കോഴ്സ് ചേർന്നിട്ടുണ്ട്. അതാണ് ഈ കോഴ്സിൻ്റെ ചില സവിശേഷതകൾ. പിന്നെ സജു സാറ് ഈ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. സജു സാറും ഈ കമ്പ്യൂട്ടറിൻ്റെ പഠനം, കമ്പ്യൂട്ടർ സംവിധാനം കേരളത്തിൽ വന്നപ്പോൾ തന്നെ അന്ന് 5000-ഉം 10,000-ഉം ഒക്കെ ഫീസ് വാങ്ങി 6 മാസത്തെയും 3 മാസത്തെയും കോഴ്സൊക്കെ പഠിച്ചിരുന്നപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സന്നദ്ധ സംഘടനകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടി 600 രൂപ മുതൽ 1000 രൂപയ്ക്കകത്ത് 6 മാസം വരെയുള്ള കോഴ്സുകൾ കേരളത്തിലുടനീളം ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചയാളാണ്. അപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങൾ സജു സാറുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. സജു സാറ് എന്നോട് ചോദിച്ചു, സജു സാർ നമുക്കെന്തായി നിങ്ങളെ ഇങ്ങനെ ഒരു ജനകീയ ശാസ്ത്രജ്ഞനായ നിങ്ങൾക്ക് ജനങ്ങളെ സഹായിക്കാൻ ഒരു ശ്രമം നടത്തിക്കൂടെ എന്ന് പറഞ്ഞപ്പോഴേക്കും സജു സാറ് ഓഫ്ലൈനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓൺലൈൻ ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു. അപ്പോൾ ഓഫ്ലൈൻ കഴിഞ്ഞപ്പോഴേക്കും 1-2 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ദൂരെയുള്ള ആളുകൾ ശല്യം ചെയ്തു തുടങ്ങി. ഓൺലൈനായിട്ട് ക്ലാസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിന് വേണ്ടി ആദ്യമായി ഞങ്ങൾ 1ാമത്തെ ബാച്ച് നടത്തി. പിന്നീട് 6ാമത്തെ ബാച്ച് ഇംഗ്ലീഷ് ബാച്ചായിരുന്നു. നാഷണൽ ലെവൽ ഒരു ഇംഗ്ലീഷ് ബാച്ചും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. 7ാമത്തെ ബാച്ച് കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം തീരേണ്ടതാണ്. എന്നാലും 2-3 ക്ലാസ്സുകൾ കൂടി ഇനി അവർക്കുണ്ട്. അത് നമ്മളിതിനിടെ ചേർക്കുന്നുണ്ട്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത്. ഇന്നത്തെ അല്ല, മറ്റ് ദിവസങ്ങളിൽ. പക്ഷേ ഈ കോഴ്സിൻ്റെ തുടക്കം നാളെ തുടങ്ങും. കാരണം ഇന്ന് നേരത്തെ ഞങ്ങൾ അനൗൺസ് ചെയ്തതല്ലേ, ചൊവ്വയും വ്യാഴത്തിനും പുറമെ ഒരു ദിവസത്തിനിടയിൽ കഴിഞ്ഞ മാസത്തെ കലണ്ടർ നോക്കി ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് നാളെയും ഒരു ക്ലാസ് സംഘടിപ്പിക്കും. പിന്നെ ഈ ബാച്ചിൽ 95 ആളുകൾക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 78-ൽ പരം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം. സജു സാറ് ഒരു ജനകീയ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധനാണ്. AI മാത്രമല്ല, മറ്റു പല സാങ്കേതിക വിദ്യകളും വളരെ ലളിതമായ രീതിയിൽ, ചിലവ് കുറഞ്ഞ രീതിയിൽ ആർക്കും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് സമൂഹത്തിലെത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വലിയ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പങ്കാളികളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. വലിയ വലിയ വിഷയങ്ങളാണ് ഇതൊക്കെയാണെങ്കിൽ പോലും വളരെ ലളിതമായി ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ സജു സാറിന് കഴിയുന്നുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം. സജു സാറിനും പ്രത്യേകം സ്വാഗതം. നമുക്ക് സജു സാറിൻ്റെ ക്ലാസ്സിലേക്ക് AI-യുടെ അനന്ത സാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർക്കും ഇതിൻ്റെ വീഡിയോ നാളെ ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ ലോഡ് ചെയ്യും. അതെല്ലാവർക്കും സൗജന്യമായിട്ട് കാണാനും കഴിയുന്നതാണ്. മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. 2 മാസം കഴിയുമ്പോൾ വീണ്ടും കോഴ്സ് ഉണ്ടാവും. ഇനിയൊരു 70-80ഓളം സീറ്റുകളാണ് ഇനിയുള്ളത്. 10-20ഓളം സീറ്റുകൾ ഓൾറെഡി ഇപ്പോൾ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ടുണ്ട്. ഈ കോഴ്സിൻ്റെ അവസാനം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയും. എല്ലാവരെയും സജു സാറിനെയും പ്രത്യേകം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പങ്കേഷൻ സാറ് നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിർമ്മിത ബുദ്ധി ഇന്നൊരു പുതുമയുള്ള വാക്കൊന്നുമല്ല. സർവസാധാരണമായി മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മുടെ യുവാക്കളെല്ലാം അത് ഉപയോഗിക്കുന്നു.
അങ്ങനെ ഇന്ന് ഒരു പ്രചാരം കിട്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഞങ്ങളുടെ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഈ നിർമ്മിത ബുദ്ധി എന്ന വാക്ക് പോലും ആ ക്ലാസ്സിൽ വരുന്നവർക്ക് അല്പം മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. ആ വാക്ക് ആദ്യമായി കേൾക്കുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ഇന്ന് അവസ്ഥ മാറി. അപ്പൊ എന്താണ് ഈ നിർമ്മിത ബുദ്ധി? നിർമ്മിത ബുദ്ധിക്ക് ഇംഗ്ലീഷ് വാക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ കൃത്രിമം, കൃത്രിമ ബുദ്ധി എന്നാണ് പറയേണ്ടത്. അതിനല്പം ഒന്ന് മയപ്പെടുത്തി നിർമ്മിത ബുദ്ധിയാക്കി. അപ്പൊ നമുക്ക് മനുഷ്യന് ബുദ്ധിയുണ്ട്. ബുദ്ധിയുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ബുദ്ധി ഉപയോഗിച്ചാണല്ലോ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ആ മനുഷ്യന്റെ ബുദ്ധിയോട് സമാനമായ ഒരു യന്ത്രത്തിന്റെ ബുദ്ധിയാണ് നിർമ്മിത ബുദ്ധി. നമുക്ക് കമ്പ്യൂട്ടർ സുപരിചിതമാണ്. കമ്പ്യൂട്ടറിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമുകൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്ററിൽ നമ്മൾ കണക്ക് ചെയ്യുന്നത് പോലെ ടിക്കറ്റ് വെൻഡിങ് മെഷീനിൽ നിന്ന് ടിക്കറ്റ് കിട്ടുന്നു. പലതരത്തിലുള്ള സോഫ്റ്റ്വെയറിലൂടെ ആ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നിർമ്മിത ബുദ്ധി. അതിന് ഒരു മനുഷ്യന്റെ സ്വഭാവമാണ്. ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ ഒരു മനുഷ്യൻ നമ്മൾ അടുത്തുള്ളത് പോലെയാണ് ഈ നിർമ്മിത ബുദ്ധി. അതായത് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് അളക്കാൻ പറ്റും. IQ എന്നൊക്കെ പറയും, ഇന്റലിജൻസ് ക്വോഷ്യന്റ്. 0 മുതൽ 200 വരെയാണ് ഒരു ശരാശരി മനുഷ്യന്റെ ബുദ്ധി. അതിലൊരു ശരാശരി ബുദ്ധി എന്ന് പറയുന്നത് 100 ആവാം. ഇരിക്കുന്ന നമ്മുടെയൊക്കെ ബുദ്ധി 100, 105, 98 ആ നിലവാരത്തിലൊക്കെ വരും. ഈ മനുഷ്യന്റെ ബുദ്ധി അളക്കുന്നതിന് നോക്കുന്നത് ആ ബുദ്ധിയുടെ ഓരോ ഘടകങ്ങൾ വെച്ചാണ്. അങ്ങനെ 8ഓളം ഘടകങ്ങൾ ചേർന്നാണ് മനുഷ്യന്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, സ്പേഷ്യൽ എബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള പല 8ഓളം എബിലിറ്റികൾ. ഈ സവിശേഷതകളെല്ലാം ഈ നിർമ്മിത ബുദ്ധിക്കുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കും. മനുഷ്യൻ കണക്കുകൾ കൂട്ടുന്നത് പോലെ കണക്ക് കൂട്ടും. മനുഷ്യര് കവിത എഴുതുന്ന പോലെ കവിത എഴുതും, പടം വരയ്ക്കും, സിനിമ ഉണ്ടാക്കും. നമ്മുടെ എന്ത് പ്രശ്നം പറഞ്ഞു കൊടുത്താലും അത് പരിഹരിച്ചു തരും. ഇതാണ് നിർമ്മിത ബുദ്ധി. ഈ നിർമ്മിത ബുദ്ധിയെ അപ്പൊ അത്രയ്ക്ക് സങ്കീർണമായ ഒരു കാര്യത്തെ ഏറ്റവും ലളിതമായി ഏതൊരു മനുഷ്യനും ഉപയോഗിക്കാൻ അറിയാവുന്ന മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഇത് ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോ ഇതൊരു സാങ്കേതിക വിദ്യയാണ്. സാങ്കേതിക വിദ്യ എന്ന് നമുക്ക് ഒരു ഭയമാണ്. ഏത് സാങ്കേതിക വിദ്യ ആയാലും ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ ഒരു ലെവൽ പഠനം നടത്തണം. എങ്കിലേ നമുക്ക് ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ശക്തമായി ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ ഒരു പഠനത്തിന്റെ ആവശ്യമില്ല. ഒരു മാത്തമെറ്റിക്കൽ എബിലിറ്റിയോ ഇംഗ്ലീഷ് പരിജ്ഞാനമോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മാതൃഭാഷയിലൂടെ പറഞ്ഞാൽ മതി, ആ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നു. അതാണ് നിർമ്മിത ബുദ്ധി. അതായത് നമ്മൾ പറയുന്ന കാര്യം ചെയ്തു തരുന്നു. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും, ഒരു പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പടം വരച്ചു തരും. ഇന്ന പടം എന്ന് വെച്ചാൽ ഇന്ന പടം വരയ്ക്കും. ഒരു ഡോക്ടറെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു തരാൻ പറഞ്ഞാൽ ഒരു ഡോക്ടറാവും ഈ നിർമ്മിത ബുദ്ധി. ഒരു എഞ്ചിനീയർ ആവും. ഒരു ലോകപ്രശസ്ത മാനേജ്മെന്റ് വിദഗ്ധനാവും. എന്തും ആവാൻ കഴിയുന്ന ഒരു ആളാണ് ഈ നിർമ്മിത ബുദ്ധി. ഈ നിർമ്മിത ബുദ്ധിയെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുക. നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വളരെ ഒരു ജീവപ്രധാനമായ ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കും. കാരണം നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാൻ അറിയാവുന്ന ആളും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാൻ കഴിയാത്ത ആൾക്കാരും തമ്മിലുള്ള ഒരു വലിയൊരു ഡിവിഡന്റ്, ഒരു വേർതിരിവ് സമീപഭാവിയിൽ സമൂഹത്തിലുണ്ടാവും. അപ്പൊ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാത്ത ആൾ അവൾ ഒരുപാട് പിന്നിൽ പോകും. അതൊരു വസ്തുത. 2, നമ്മൾ പലപ്പോഴും മാറ്റിവെച്ചിരുന്ന, നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് കരുതിയിരുന്ന, നമ്മുടെ സ്വപ്നത്തിൽ മാത്രം ഒതുക്കി വെച്ചിരുന്ന പല കാര്യങ്ങളെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ, അത് നടപ്പാക്കാൻ ഈ സാങ്കേതിക വിദ്യ കഴിയും. അങ്ങനത്തെ ഒരു സാങ്കേതിക വിദ്യയാണ് നിർമ്മിത ബുദ്ധി.
ഇത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനം. അപ്പൊ ഇതിന് 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 2 കാര്യങ്ങളിൽ ഒന്ന്, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മാതൃഭാഷ. ഏത് ഭാഷയാണ്? നമ്മുടെ മാതൃഭാഷ നമുക്ക് ഏറ്റവും വേഗത്തിൽ ഏറ്റവും നന്നായി വഴങ്ങുന്ന ഒരു കാര്യമാണ്. ആ മാതൃഭാഷയിൽ എഴുതുക പോലും വേണ്ട, പറഞ്ഞാൽ മാത്രം മതി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് അപ്പടി ചെയ്തു തരും. എവിടെയാ പറയേണ്ടത്? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മതി. എന്താ ഈ മൊബൈൽ ഫോണിന്റെ ശക്തി? നമുക്കറിയാമല്ലോ, മനുഷ്യന്റെ ഇന്നോളമുള്ള ശാസ്ത്ര ദൗത്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്ര ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിച്ചതാണ്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ ഏതാണ്ട് 50 വർഷം കഴിഞ്ഞു. ആ ശാസ്ത്ര ദൗത്യത്തില് ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചൊരു ഘടകമുണ്ട്. അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സംവിധാനമുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ കമ്പ്യൂട്ടർ, അത് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണും തമ്മിൽ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടറിന്റെ 17 ലക്ഷം മടങ്ങ് കപ്പാസിറ്റി ഉള്ള സാധനമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. 17 ലക്ഷം മടങ്ങ്. അപ്പൊ അത്രയും ശക്തമായ സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്മുടെ മാതൃഭാഷ നമുക്കറിയാം. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന എന്ത് കാര്യവും ചെയ്തു തരാൻ പറ്റുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ്. അപ്പൊ നമുക്ക് ഒരു സ്വപ്നം മാത്രം മതി, നമുക്കൊരു ആഗ്രഹം മാത്രം മതി. ആ ആഗ്രഹം ഇതിനോട് പറഞ്ഞാൽ മതി, ചെയ്തു തരും. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇതിനോട് പറയണമല്ലോ, പറയേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നതും ആരെ കൊണ്ട് പറയിക്കണമെന്നുള്ളതും ആണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ടത്. ഞാനൊരു ചെറിയ ഒരു കഥയല്ല, ഒരു സംഭവം പറയാം, ചരിത്ര സംഭവം. ഗ്രീസില് ഏറ്റവും വലിയ സാമ്രാജ്യം സ്ഥാപിച്ച ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആറ്റില എന്ന പേര്, ആറ്റില ദ ഹ്യൂണ. ഈ ഏറ്റവും വലിയ സാമ്രാജ്യം സ്ഥാപിച്ച ഈ ചക്രവർത്തി മണ്ടനായിരുന്നു. ഈ മണ്ടനായ ആറ്റില എങ്ങനെ ഇത്രയും വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചു എന്നത് പിൽക്കാലത്തെ ഒരു പഠന വിധേയമാക്കി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠനം നടത്തി. ആ പഠനത്തിൽ കണ്ടെത്തിയത് മണ്ടനായ ആറ്റിലയ്ക്ക് ഒരേ ഒരു കഴിവേ ഉണ്ടായിരുന്നുള്ളൂ: ബുദ്ധിമാന്മാരെ പ്രയോജനപ്പെടുത്താൻ അറിയാം. ബുദ്ധിമാനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള ടെക്നിക്ക് അദ്ദേഹത്തിന് അറിയാം. ഈ ടെക്നിക്ക് വെച്ചാ അദ്ദേഹം ഏറ്റവും വലിയ സാമ്രാജ്യം സ്ഥാപിച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി വിക്ടറി സീക്രട്ട് ഓഫ് ആറ്റില ദ ഹ്യൂണ എന്ന് പറഞ്ഞിട്ടൊരു ബെസ്റ്റ് സെല്ലർ പുസ്തകമൊക്കെ 90കളുടെ അവസാനം ഇറങ്ങിയിരുന്നു. അപ്പൊ ഇതിനെ ഉപയോഗിക്കാൻ പഠിക്കുക, അതിന്റെ രീതി പഠിക്കുക, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ കോഴ്സിലൂടെ ഇതിനകത്തുള്ള ടൂളുകൾ ഉപയോഗിക്കാൻ പഠിക്കുക, ടൂളുകൾ ഐഡന്റിഫൈ ചെയ്യുക. ഇതെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്പുകളായിട്ടും നമ്മുടെ കമ്പ്യൂട്ടറിലെ വെബ്സൈറ്റുകളിലും ഒക്കെ ആയിട്ട് ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഈ നിർമ്മിതം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്ന എന്ത് കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യൻ കാണുന്നത് പോലെ ഉള്ള കാഴ്ച ആർക്കുണ്ട്? നിർമ്മിത ബുദ്ധിക്കുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയുള്ള ചിന്തിക്കാനുള്ള ശേഷി അത് ഏത് മനുഷ്യൻ? ആ മനുഷ്യനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരും. ഏറ്റവും മികച്ച ഡോക്ടറായിട്ട് ചെയ്തു തരും. ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധനായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും. അങ്ങനെ ഏത് റോളും വഹിക്കാൻ കഴിയുന്ന ഒരാളാണ് ഈ നിർമ്മിത ബുദ്ധി. ഇതിന് പൈസ കൊടുക്കണോ? നിർമ്മിത ബുദ്ധിയില് 2022 നവംബർ മാസമാണ് ചാറ്റ് GPT, ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി ചാറ്റ് GPT എന്ന് പറയുന്ന ആദ്യത്തെ ഒരു നിർമ്മിത ബുദ്ധി സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ പുറത്തു വരുന്നത്. അതിനുശേഷം ദിനംപ്രതി 100 കണക്കിന് ആപ്ലിക്കേഷൻസ് വരെയാണ്. ദിനംപ്രതി 100 കണക്കിന് ടൂളുകൾ വരുന്നു. ഈ ടൂളുകളിൽ ഏതാണ്ട് 90-95% ടൂളുകളും പൈസ കൊടുത്ത് ഉപയോഗിക്കേണ്ട. അതേസമയം നമ്മുടെ ഈ കോഴ്സിൽ 100% സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ടൂളുകളാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ
നിർമ്മിത ബുദ്ധിയെ സൗജന്യമായി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് അതിന്റെ ഒരു സവിശേഷത. ഇതാണ് ആ സാങ്കേതിക വിദ്യ. അപ്പൊ ഇത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും. നമ്മൾ പ്രശ്നം പറഞ്ഞാൽ മതി, അത് പരിഹരിച്ചു തരും. നമുക്ക് വേണ്ടി വായിച്ചു തരും. വലിയ പുസ്തകങ്ങളൊന്നും വായിക്കണ്ട. വലിയ പുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ആ പുസ്തകത്തിൽ നിന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. വലിയ വലിയ ഡോക്യുമെന്റുകൾ എല്ലാം കൂടെ വിശകലനം ചെയ്തു തരും. അപ്പൊ ഇതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇതൊന്ന് നോക്കിയാലോ? ഓക്കെ, റെഡിയാണോ? റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ. ഞാൻ ആദ്യം ഇതെങ്ങനെ നമുക്ക് ഇതിന്റെ സാധ്യത, ഇന്ന് നമ്മൾ മലയാളികൾ പല രീതിയിലും പല തട്ടിപ്പുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിന് ഒരു കത്ത് സ്പീഡ് പോസ്റ്റിൽ വന്നു. മീഷോ എന്ന് പറയുന്ന ഒരു പേരിലാണ് വന്നത്. അതിനകത്ത് കത്തിനകത്ത് ഒരു കൂപ്പൺ കൂടെ ഉണ്ടായിരുന്നു. ആ കൂപ്പൺ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രൈസ് ഉണ്ടെങ്കിൽ ആ പ്രൈസ് നമുക്ക് കിട്ടും. അങ്ങനെ കൂപ്പൺ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് 8 ലക്ഷം രൂപയുടെ ഒരു പ്രൈസ് നമുക്ക് അടിച്ചിരിക്കുന്നു. കത്തിൽ പറയുന്നത്, ആ കത്ത് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കുക, അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ ഇതൊക്കെ അതിനകത്തുണ്ട്, ആ കത്ത് അയച്ചു കൊടുക്കുക, അപ്പോൾ അവര് പൈസ നമുക്ക് അയച്ചു തരുമെന്ന് ആ കത്തിൽ പറയുന്നത്. പലപ്പോഴും മീഷോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കമ്പനിയൊക്കെ ഉള്ളതായിട്ട് പലർക്കും അറിയാം, ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നു. ഇത് ശരിയാണെന്ന് വിശ്വസിച്ച് ഇവര് ഫോൺ നമ്പരും പിന്നെ പാൻ കാർഡ് നമ്പരും ആധാർ നമ്പരും ഒക്കെ ഫില്ല് ചെയ്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയക്കും. ഒപ്പിന്റെ സിഗ്നേച്ചർ വരെ അതിനകത്ത്, സ്പെസിഫിൻ വരെ അതിനകത്ത് വേണം. അത് കിട്ടുമ്പോൾ വിശ്വസനീയമായ രീതിയിൽ അവർ പറയും, ഇത് 8 ലക്ഷം രൂപ അടച്ചു, അതിന്റെ ടാക്സ് എമൗണ്ട് 8 ലക്ഷം രൂപ പൂർണ്ണമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്, അതുകൊണ്ട് ടാക്സ് എമൗണ്ട് അയച്ചു തരാൻ പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രശ്നമാണ്. ഇത് സത്യമാണോ? ഇതിന്റെ പിന്നിലുള്ള തട്ടിപ്പാണോ സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. അതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ഉപയോഗിക്കാം? ഈ സാധനത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. നമുക്കതൊന്ന് നോക്കിയാലോ ആദ്യമായിട്ട്? ഓക്കെ, ഞാൻ ആദ്യം ഇതിന്റെ മീഷോ അയച്ചു തന്ന ഇതാണ് മീഷോ അയച്ചു തന്നൊരു മീഷോ എന്ന് പറയുന്നത് നമ്മളെ ഈ പറയുന്നത് ഒരു തട്ടിപ്പാണ്. അവർ അയച്ചു ചെയ്തിരുന്നത് 8,75,000 രൂപ സ്ക്രാച്ച് ചെയ്തപ്പോൾ വന്നു. ഇനി അവരുടെ ഒരു കത്ത് കൂടെ ഉണ്ട്. ഇതാണ് ആ കത്ത്. ഈ കത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു പോകും ഈ കത്ത് ആണ് എന്ന്. ഈ കത്ത് ഞാൻ എഐയില് ഞാൻ അപ്ലോഡ് ചെയ്യാം. തൽക്കാലം ഞാൻ ഇത് നിർത്തുന്നു. മറ്റൊരു AI ചാറ്റ് GPT എന്ന് പറയുന്ന ജെമിനി എന്ന് പറയുന്ന ഒരു എഐയില് ഞാൻ ഇതൊന്ന് അപ്ലോഡ് ചെയ്യാം. ജെമിനി എന്ന് പറയുന്നത് ഒരു നിർമ്മിത ബുദ്ധി ടൂളാണ്. നമ്മുടെ ഈ കോഴ്സിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല ടൂളുകളുണ്ട്. ഓരോ ടൂളുകളും ഉപയോഗിക്കാനാണ് നമ്മൾ പറഞ്ഞത്. ഈ ടൂളുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നത് പോലെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇതെല്ലാം. കാരണം വാട്സാപ്പ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാൻ വേറൊന്നും വേണ്ട, പറഞ്ഞാൽ മതി, അല്ലെ? അപ്പൊ ഞാൻ ഇതില് ജെമിനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഗൂഗിൾ ജെമിനി. ഞാൻ ഈ ജെമിനിയില് ഞാൻ ഈ പറഞ്ഞ ആ കത്ത് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു.
ആ കത്ത് ഇവിടെ ജെമിനിയിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാനത് പറയാണ്. ഇത് എനിക്ക് കിട്ടിയ കത്താണ്. ഇതൊരു ഇതിന് ഒരു ഇന്റലിജൻസ് ഓഫീസർ എന്ന നിലയിൽ ഈ കത്ത് പരിശോധിച്ച് ഇതിന്റെ വസ്തുത ഒന്ന് പറഞ്ഞു തരണം. ഞാൻ ഇതിനോട് പറയുന്നു. എന്നിട്ട് ഞാൻ പറയുന്നത് ഇവിടെ എഴുതി ഞാൻ ഇവിടെ ഒരു സബ്മിറ്റ് കൊടുത്തു. സ്ക്രീൻ ഷെയർ ചെയ്യാത്തോണ്ട് കാണുന്നില്ല. സ്ക്രീൻ ഷെയർ വന്നില്ല അല്ലെ? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കാണാം. അപ്പോ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാം കാണാം. അപ്പൊ അത് പരിശോധിക്കുക. അത് ഉത്തരം വന്നു. കണ്ടോ അവര് എന്താ പറയുന്നത്? സെക്കൻഡുകൾ കൊണ്ട് അത് പറയാ, കണ്ടെത്തി പറയാ. നിങ്ങളുടെ സംശയം 100% ശരിയാണ്. ഇത് ഒരു വലിയ തട്ടിപ്പാണ്. ഒരു മുൻകൂർ എന്തുകൊണ്ടാണ് തട്ടിപ്പ്? ഇത് മുൻകൂർ പണം ആവശ്യപ്പെടുന്നു. ഇൻ അഡ്വാൻസ് ഫ്രാഡ്. ഈ കത്തിലെ റിഡംപ്ഷൻ റൂൾസ് റൂൾ 1-2 സമ്മാനം ലഭിക്കാൻ നിങ്ങൾ നികുതിയും ടാക്സ് പ്രോസസ്സിങ്ങും ഫീസും മുൻകൂട്ടി അയക്കണമെന്ന് പറയുന്നു. അത് വസ്തുത. നിയമപരമായ ഒരു ലോട്ടറിയോ മത്സരത്തിൽ ജയിക്കുന്ന ആളിൽ നിന്ന് സമ്മാനം നൽകുന്നതിനായി കമ്പനികൾ മുൻകൂട്ടി പണം ആവശ്യപ്പെടാറില്ല. നികുതി ഉണ്ടെങ്കിൽ അത് സമ്മാന തുകയിൽ നിന്ന് കുറയ്ക്കുകയാണ് പതിവ്. പണം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാൽ ഇതൊരു തട്ടിപ്പാണെന്ന് ഉറപ്പിക്കാം. വ്യക്തിഗതമായ വിവരങ്ങൾ, അതിന്റെ അപകടം പറഞ്ഞു. ഈ വിവരങ്ങൾ അവർക്ക് ലഭിച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം തട്ടിയെടുക്കാനോ നിങ്ങളുടെ പേരിലുള്ള വ്യാജ സിം കാർഡുകൾ എടുക്കാനോ അവർക്ക് സാധിക്കും. മീഷോ പോലുള്ള പ്രമുഖ കമ്പനികൾ ഒരിക്കലും തപാൽ വഴി ഇത്തരം വിവരങ്ങൾ ചോദിക്കാറില്ല. ഔദ്യോഗികമല്ലാത്ത കോൺടാക്ട് നമ്പറുകൾ, കത്തിന്റെ മുകളിൽ വലതുവശത്ത് നൽകിയ ഫോൺ നമ്പറുകൾ ശ്രദ്ധിക്കുക. അത് ഔദ്യോഗികമല്ല, വസ്തുത. ഇവ സാധാരണ മൊബൈൽ നമ്പറുകളാണ്. മീഷോ പോലുള്ള കമ്പനികൾ കസ്റ്റമർ കെയറിൽ ടോൾ ഫ്രീ നമ്പറുകളോ ഔദ്യോഗിക ലാൻഡ് നമ്പറുകളോ ആണ് ഉണ്ടാവുന്നത്. ഉള്ളി വാട്സാപ്പ് എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള തട്ടിപ്പുകാർ പോലീസ് പേടിച്ച് ഫോൺ എടുക്കാതിരിക്കാനുള്ള തന്ത്രമാണ്. വ്യാജമായ വിലാസം. മീഷോയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. എന്നാൽ കത്തിൽ കൊടുത്തിരിക്കുന്ന വെസ്റ്റ് ബംഗാൾ എന്നാണ്. അത് കൊൽക്കത്ത കേന്ദ്രീകരിച്ച് നിരവധി ഇത്തരം തപാൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. താഴെ നൽകിയിരിക്കുന്ന പേടിഎം, ഗൂഗിൾ പേ, ഭീം അയച്ച് നൽകാൻ നിങ്ങളെ പ്രേരിപ്പിക്കാനാണ്. കൂടാതെ HSBC ബാങ്കിന്റെ സീൽ വെച്ചിരിക്കുന്നത് ജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള ഒരു വ്യാജ അടയാളം മാത്രമാണ്. ഭാഷയിലെ ഇത് നോക്കുക. ഈ കത്തിൽ ഇംഗ്ലീഷ് വാചകങ്ങൾ നിലവാരമില്ലാത്തതാണ്. ഉദാഹരണത്തിന് ഡിയർ വാല്യുബിൾ കസ്റ്റമർ, കൈൻഡ്ലി മേക്ക് കാൾ ടു ഹെൽപ്പ് തുടങ്ങിയ പ്രയോഗങ്ങൾ പ്രൊഫഷണൽ അല്ല. വൻ കമ്പനികളുടെ കത്തുകളിൽ ഇത്തരം തെറ്റുകൾ ഉണ്ടാവാറില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അവഗണിക്കുക. വിവരങ്ങൾ പങ്കുവെക്കരുത്. നിങ്ങൾ ബാങ്ക് വിവരങ്ങൾ ആധാർ റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കത്തിന്റെ ഫോട്ടോ സഹിതം പോലീസിന്റെ സൈബർ ഡൊമൈനിലേക്കോ മീഷോയിൽ ഔദ്യോഗിക കസ്റ്റമർ കെയറിലേക്കോ വിവരങ്ങൾ കൊടുക്കുക. വിധി: വ്യാജ ലോട്ടറി തട്ടിപ്പാണ്. വിശ്വസിച്ച് പണം അയച്ചാൽ തിരികെ ലഭിക്കില്ല. ജാഗ്രത പാലിക്കുക. അല്ലെ? നമ്മളൊന്ന് ആ കത്ത് ഒരു സെക്കൻഡ് കൊണ്ട് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിച്ചപ്പോ ആ തട്ടിപ്പിന്റെ കാര്യം മൊത്തം ഒരു ഇന്റലിജൻസ് ഓഫീസറിനെ പറയുന്നത് പോലെ വ്യക്തമായി പറഞ്ഞു. എത്ര സമയം എടുത്തു? ഇതാണ് AI. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ ഇതിന്റെ സാധ്യതയാണ് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഇന്ന് നമുക്ക് പറയുന്നതിന്റെ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ജെമിനി എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ AI അറിയാവുന്ന ഒരാൾ ഒരു കാരണവശാലും ഇനി ലോകത്ത് ഒരാളാലും പറ്റിക്കപ്പെടില്ല. ഒരു തട്ടിപ്പിനും വിധേയമാകില്ല. കാരണം ഏത് തട്ടിപ്പും നമ്മൾ എയോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. എന്ത് തട്ടിപ്പ്, എന്ത് പ്രശ്നം. ഓക്കെ ഓക്കെ, മൈക്ക് ആരെങ്കിലും ഓൺ ചെയ്തേക്കും മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ വേറൊരു സംഭവം. ഇത് നമ്മൾ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ തട്ടിപ്പിന് വിധേയമാവാതെ, ആരുടെയും ചീറ്റിങ്ങിന് വിധേയമാകാതെ നമുക്ക് AI നമ്മളെ സഹായിക്കും.
ഇനി നമ്മളൊരു ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. നമുക്ക് പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് സമ്മറിയും ഒരു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ തരാറുണ്ട്, കോപ്പി തരാറുണ്ട്. ഇതൊക്കെ വേറൊരു ഡോക്ടർ പോലും വായിച്ചാൽ മനസ്സിലാവാത്ത വിധത്തിൽ കക്കുറ പുക്കുറാന്നൊക്കെ ആയിരിക്കും എഴുതി തരുന്നത്, അല്ലേ? അപ്പോ നമുക്കൊരു ചെറിയ പനി പിടിച്ചായിരിക്കും പോകുന്നത്. അപ്പൊ ഒരു 8 മരുന്നുകളൊക്കെ തരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ആശങ്ക ഉണ്ടാകും, ഇത് എന്തെങ്കിലും വലിയ മാരകമായ രോഗമാണോ നമുക്ക്? അപ്പൊ ഡോക്ടർ തരുന്ന ഈ കാര്യം നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, ഇംഗ്ലീഷിലാണ്, വേറൊരു ആരും ചോദിക്കാൻ ആരുമില്ല, നിങ്ങളൊന്നും കഴിക്കും. ഇത് നിങ്ങൾ നിങ്ങളുടെ എയിൽ ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. ഞാൻ ഇതുപോലെ ഒരു പഴയ ഒരു സാധനം, ഒരു ഡിസ്ചാർജ് ഒന്ന് ഇതിനകത്ത് എങ്ങനെ നമുക്ക് നോക്കാം. നമ്മള് ജെമിനി എന്ന് പറയുന്ന ഒരു ടൂളിലാണ് നമ്മളിത് നോക്കിയതെങ്കിൽ ഇതെന്നെ അവസാനിപ്പിക്കുന്നു. നമ്മൾ ചാറ്റ് GPT എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ചാറ്റ് GPT, ഞാനത് ചാറ്റ് GPT ഷെയർ ചെയ്യാം. ചാറ്റ് GPT ഷെയർ ചെയ്യുന്നു. ചാറ്റ് GPTയിൽ ഞാൻ ഒരു ഡിസ്ചാർജ് കാർഡ്, ഈ ഡിസ്ചാർജ് കാർഡ് ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യം. അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് കാർഡ് ഒരു വ്യക്തതയില്ലാതെ കീറി പറഞ്ഞ ഭാഗങ്ങളെല്ലാം പിഞ്ചു പോയ ഒരു ഡിസ്ചാർജ് കാർഡാണ് ഞാൻ ഇട്ടത്. ഈ ഡിസ്ചാർജ് കാർഡിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി മലയാളത്തിൽ പറഞ്ഞു തരണം. ഇത്തിരി പഴയതാണ് ഈ കാർഡ്, പല ഭാഗങ്ങളും മുറിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും പറയാൻ പരമാവധി ശ്രമിക്കുക എന്ന് ഒരു സാധാരണ മനുഷ്യൻ പറയുന്നത് പോലെ നമ്മൾ ആരോട് പറയുന്നു? എയോട് പറയുന്നു. നമ്മൾ കൊടുക്കുന്നു. ആ ഒരു ഡിസ്ചാർജ് കാർഡിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അതാ പറഞ്ഞു കൊടുക്കേണ്ട ഡിസ്ചാർജ് കാർഡ് ഇതാ, കീറി പറഞ്ഞ് വ്യക്തമായിട്ട് വായിക്കാൻ പോലും പറ്റുന്നില്ല. അത് വായിച്ചിട്ട് ഇതാ പറയാണ്, അതാ പറയും. ആശുപത്രി വിവരങ്ങൾ, ആശുപത്രി മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഡിസ്ചാർജ് തീയതി 16/11/2000, പ്രായം 41 വയസ്സ്, പേര് രാജേഷ്. ഇതെല്ലാം ഇംഗ്ലീഷ് എഴുതിയില്ല. ആശുപത്രിയിൽ പ്രവേശിച്ചത്, റോഡ് അപകടം, അതിന്റെ കാര്യങ്ങൾ, വയറ് ശക്തമായ രോഗനിർണയം, രോഗം എന്താണ് നിർണയിച്ചതിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, അതിനകത്ത് തിരിച്ച് മലയാളത്തിൽ വലത് കാലിന്റെ അസ്ഥി ഒടിഞ്ഞത് എന്നൊക്കെ പറയാം. ആശുപത്രിയിൽ നടന്ന ചികിത്സ, അതാ അടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ICU അതിനകത്ത് സ്കാൻ ചെയ്ത റിപ്പോർട്ടുകൾ, ക്ലിനിക്ക് പരിക്കേറ്റു, ആ കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. മരുന്നുകൾ നൽകി, വിശ്രമം നൽകാൻ പറഞ്ഞ കാര്യം പറയുന്നു. പരിശോധന ഫലങ്ങൾ കണ്ടെത്തിയത് ഉയർന്നത്, ആശുപത്രിയിൽ നടന്ന ചികിത്സ, ഡിസ്ചാർജ് സമയത്തെ സ്ഥിതി, രോഗിയുടെ അവസ്ഥ, പരിശോധന, ഡോക്ടർ നൽകിയ നിർദ്ദേശങ്ങൾ, വിശ്രമം നൽകുക, 1-2 ആഴ്ചയ്ക്ക് ശേഷം റിവ്യൂ നടത്തുക. ലളിതമായി ഒറ്റവാക്കിൽ പറഞ്ഞാൽ 2010 റോഡ് അപകടത്തിൽ വയറിന് പ്ലീഹിംഗ്, ഗുരുതരമായ പരിക്കേറ്റു, കാലിൽ പൊട്ടൽ എന്നിവ ഉണ്ടായി. ശസ്ത്രക്രിയ കൂടാതെ ചികിത്സ, ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. ഹെപ്പറ്റൈറ്റിസ് B പോസിറ്റീവ് ആയിരുന്നു. ഇത് നോക്കുക. ഒരു ഡിസ്ചാർജ് കാർഡ് നമ്മൾ കണ്ടു. ഇവിടെ അപ്ലോഡ് ചെയ്ത കാർഡ് നിങ്ങൾ കണ്ടു. ഇതാ കീറി മടങ്ങി പല ഭാഗങ്ങളും പൊടിഞ്ഞു പോയൊരു സാധനം. അത് സെക്കൻഡുകൾ കൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. യെസ്, ഇതൊരു അത്ഭുത സാങ്കേതിക വിദ്യയല്ലേ? അല്ലേ? നിങ്ങൾക്ക് ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയെന്ന് വെക്കുക, നമ്മൾ മേടിച്ചു. നിങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് എന്താണ് ഈ വക്കീൽ നോട്ടീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും, മലയാളത്തിൽ പറഞ്ഞു തരും. ഒരു ചെക്ക് കേസിന്റെ നോട്ടീസാ. അപ്പൊ നിങ്ങൾ പറയാ, ഇത് കാര്യം മനസ്സിലാക്കി, നിങ്ങൾക്ക് കോടതി പോകാൻ താല്പര്യമില്ല, എനിക്ക് ഒരു ഇത് മറുപടി എഴുതി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി തരും. ഞാനൊരു ചെറിയൊരു സംഭവം പറയാം. ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ ബാച്ചുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞതിന് മുമ്പിലത്തെ ബാച്ചിൽ പഠിച്ച ഒരാൾ, അയാളൊരു AC വാങ്ങിച്ചതിന്റെ പ്രശ്നം, അത് ഒരു കൺസ്യൂമറിൽ കേസ് കൊടുക്കണം. എറണാകുളത്തുള്ള ആളാണ്. അയാള് AI ഉപയോഗിച്ച് അതിന്റെ ഒരു കൺസ്യൂമർ കേസ് കൊടുക്കാൻ വേണ്ടി കമ്പനിക്ക് ഒരു കത്ത് അഡ്വക്കേറ്റ് തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കി.
തയ്യാറാക്കിയിട്ട് എറണാകുളത്തുള്ള ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയി. അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ എനിക്കൊരു വക്കീൽ നോട്ടീസ് അയക്കണം, നോട്ടീസൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, സാർ ഒപ്പിട്ട് തരുന്നതിന് എത്ര രൂപ ഫീസാവും? എനിക്ക് അങ്ങനെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കൂലല്ലോ സാർ, എന്നാലും സാർ നോക്കിയിട്ട് ഒപ്പിട്ട് തന്നാൽ മതി, അതിന് എത്ര രൂപ ഫീസാവും എന്ന് ചോദിച്ചു. അപ്പൊ അവന് വക്കീൽ നോട്ടീസ് എടുക്കാൻ പറഞ്ഞു. ഇയാൾ വക്കീൽ നോട്ടീസ് കൊടുത്തു. നോക്കിയിട്ട് പിന്നെ പുള്ളി പറഞ്ഞു, ഇത് ആര് തയ്യാറാക്കിയത്? അത് ഞാൻ തന്നെ തയ്യാറാക്കിയത്. അല്ല, ഇതൊരു കണ്ടിട്ട് ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് തയ്യാറാക്കിയ എന്റെ ഒരു സ്വഭാവമുണ്ട്. അല്ല, ഞാൻ AI ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ്, AI ഇങ്ങനെ ക്ലാസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ഈ അഡ്വക്കേറ്റ് വിളിച്ചു പറഞ്ഞു, അഡ്വക്കേറ്റ് വിളിച്ചു അയാൾക്ക് ഈ AI പഠിക്കണം, ഞങ്ങൾ തൊട്ടടുത്ത ബാച്ചിൽ ഈ ഹൈക്കോടതി അഡ്വക്കേറ്റ് കഴിഞ്ഞ ബാച്ചിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോ ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു സുപ്രീം കോടതി ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ, ഇനി അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വലിയൊരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ എഴുതുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ഏത് റോളും സ്വീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കക്ഷിയാണ്. ഒരു പോലീസിന്റെ സമൻസ് വന്നു, നിസ്സാരം നിങ്ങളൊന്ന് AI ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും. അതിന് കൂടുതൽ വിശദീകരണം ഇങ്ങോട്ട് തന്നെ ചോദിക്കും. ഈ കേസുമായി കേസിന്റെ നിയമപ്രശ്നം ഞാൻ ഒന്ന് വിശദീകരിച്ച് തരട്ടെ എന്ന് അടുത്ത ലൈനിൽ ചോദിക്കും. ഓ എന്ന് മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ യെസ് എന്നുള്ള ഒയ് എന്നുള്ള ഒരു അക്ഷരം അടിച്ചു കൊടുത്താൽ മതി, അതിന് വിശദീകരണം തരും. അത്രയ്ക്ക് യൂസർ ഫ്രണ്ട്ലി ആയ, മനുഷ്യന് അത്രമാത്രം സഹായകരമായ ഒരു ടെക്നോളജിയാണ് ഈ AI. കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോ ഇത് മാത്രമല്ല, നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു പദ്ധതി ഉണ്ട്, ഒരു ബിസിനസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്വപ്ന പദ്ധതി ഉണ്ട്, നിങ്ങളുടെ ഒരു അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ടൊരു പ്രോജക്റ്റ് ആക്കി തരും. എന്തിനാ പറയാ, നിങ്ങളുടെ മുറി ഒന്ന് ചിട്ടപ്പെടുത്തണം, ഒരു പുതിയ കസേരയും മേശയൊക്കെ വാങ്ങിച്ചു, ഇത് എവിടെ ഇടണം, എങ്ങനെ ഇടണം എന്നൊക്കെയുള്ളതിനെ കുറിച്ച് നിങ്ങൾ പല രീതിയിൽ നോക്കിയിട്ടും ഒരു ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങൾ ഈ മുറിയിലെ കസേരയും മേശയും മുറിയിലെ ഫോട്ടോ എടുത്തിട്ട് ഇതിനെ ഒന്ന് ഒരു ഇന്റർനാഷണൽ ഫാഷൻ ഡിസൈനർ എന്നുള്ള നിലയിൽ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് തരും. അതിന്റെ ഒരു ഫോട്ടോ അതനുസരിച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിലെ മുറ്റത്ത് ഒരു കൊച്ചു സ്പേസില് ഒരു പൂന്തോട്ടം വെക്കണം. നമ്മൾ ആലോചിക്കും, നിങ്ങൾ ആലോചിക്കണം, ആലോചിച്ച് കഴിഞ്ഞിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യാം. പോസ്റ്ററുകൾ ഉണ്ടാക്കും, നോട്ടീസുകൾ ഉണ്ടാക്കും, ലേഖനങ്ങൾ എഴുതും, പുസ്തകം എഴുതി തരും, നോവലുകൾ എഴുതി തരും, കവിത എഴുതി തരും, പാട്ട് ഉണ്ടാക്കും, പാടിത്തരും, പാടിത്തരും, പാട്ട് പാടുന്ന മ്യൂസിക് ഒക്കെ ഇട്ട് പാടിത്തരും. അത്രയ്ക്ക് ശക്തമായ ഒരു ടെക്നോളജിയാണിത്. ഇതെങ്ങനെയാ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും, ഇതെങ്ങനെയാ ഇത് ചെയ്തത്? അതായത് AI നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് അതൊരു മിഷൻ ലേണിംഗ്. നമ്മൾ തന്നെ മനുഷ്യരുണ്ടെങ്കിലും അവൻ പഠിച്ചു കഴിയുമ്പോഴാണ്, ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവനെ ബുദ്ധി ഉപയോഗിക്കാൻ. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞ ഒരാളിന് മാത്രമേ ഒരു എഞ്ചിനീയറിംഗ് പ്രശ്നം വരൂ. മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഒരു ഡോക്ടറിന് മാത്രമേ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ. ആ പഠനമാണ്. AI എന്ന് പറയുന്നത് പഠിച്ചിരിക്കുന്നു, AI പഠിപ്പിച്ചിരിക്കുന്നു. എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? 2022 ChatGPT എന്ന് പറയുന്ന AI വന്നപ്പോൾ ഇറങ്ങിയ സമയത്ത് അത് പഠിച്ച പുസ്തകങ്ങൾ, അതായത് കന്യാകുമാരി മുതൽ മാംഗ്ലൂര് വരെ ഏതാണ്ട് 900 കിലോമീറ്റർ ഉണ്ട്, 1000-ഓളം കിലോമീറ്റർ ദൂരം പുസ്തകങ്ങൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ആ അത്രയും പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന അത്രയും പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇത് പഠിച്ചു വെച്ചേക്കുന്നത്. 900 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഗവേഷണ പ്രബന്ധങ്ങൾ, അക്കാഡമിക് ബുക്കുകൾ, ലോക ക്ലാസിക്കുകൾ, മതഗ്രന്ഥങ്ങൾ അടക്കമുള്ള റിസർച്ച് ജേർണലുകൾ അടക്കമുള്ള ലോകത്തെ സകല വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളും പുസ്തകം വായിക്കും. നമ്മൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, ആ പുസ്തകം ഒരു വൈജ്ഞാനിക പുസ്തകമാണെന്നിരിക്കട്ടെ, നമ്മളൊരു 100-150 പേജുള്ള ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു അതിനകത്തൊരു 10% നമ്മൾ ഓർമ്മയിരിക്കും. ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് ചിലപ്പോൾ 1%, 2% പോലും നമ്മുടെ ഓർമ്മയിൽ കാണണമെന്നില്ല. അതേസമയം മിഷൻ ലേണിംഗിൽ ഈ പുസ്തകങ്ങളെ മിഷൻ ലേണിംഗ് ഉപയോഗിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഉള്ള മുഴുവൻ കാര്യങ്ങളും ഉള്ള കാലം അതിന്റെ ഓർമ്മയിൽ നിൽക്കും.
ആ ഓർമ്മയിൽ നിന്ന്, ആ മിഷൻ വായിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മയിൽ നിന്നാണ് നമ്മളെ ഇത് കാര്യങ്ങൾ പറഞ്ഞത്. ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്ന കാര്യങ്ങൾ എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നു. അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ കാര്യം ഇത് ഇങ്ങനെ പഠിക്കുക മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ലോകത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന വിവരങ്ങൾ കൂടെ പഠിച്ചു വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു റബ്ബർ കർഷകനാണെന്ന് കരുതുക. നിങ്ങൾക്ക് ഇപ്പോ ഒരു 10,000-2,000 കിലോ റബ്ബർ ഉണ്ട്, പൈസയ്ക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് റബ്ബർ ഇനി ഒരു 5 മാസം കഴിഞ്ഞാണ് വിൽക്കേണ്ടത്. 5 മാസം കഴിയുമ്പോൾ റബ്ബറിന്റെ വില കൂടുമോ കുറയുമോ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇത് പറഞ്ഞു തരും. അത് ഊഹിച്ച് പറയുന്നതല്ല. ലോകത്തിലുള്ള ആ 5 മാസം കഴിയുമ്പോൾ മാർക്കറ്റിന്റെ ഡിമാൻഡ്, അതിന്റെ സപ്ലൈ, ലഭ്യത, ഇതിന്റെ മാർക്കറ്റ് റിസർച്ച് നടത്തിയ ഏജൻസികളുടെ കണക്കുകൾ, റബ്ബർ ബോർഡ് അടക്കമുള്ള പല ഏജൻസികളും മാർക്കറ്റ് റിസർച്ച് നടത്തി ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരും. നിങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, വെളിയിൽ വെച്ചാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി മാസം 20-ാം തീയതിയാ, പുറത്താണ്, വൈകുന്നേരമാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അന്ന് വൈകുന്നേരം മഴ പെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. എങ്ങനെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഇപ്പോ 2-3 മാസത്തെ കാലാവസ്ഥയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ വിവരം ഇത് എടുത്തിട്ട് പറയും. ഞാൻ ചെറിയ നോട്ട് എഴുതുന്നുണ്ട് സാറേ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ സുരേന്ദ്ര സാർ. അപ്പോ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോ ഇപ്പോഴുള്ള കാര്യങ്ങൾ, ഭാവിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഈ നമുക്ക് ഉപയോഗമല്ലേ, കൃത്യമായിട്ട് ഉപയോഗമുള്ള കാര്യം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആൾക്കാർ ചിലപ്പോൾ മറുപടി ഒക്കെ തയ്യാറാക്കുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം എന്താ, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്, എഴുതണമെന്നുണ്ട്. ഒരു പേടി, അക്ഷരത്തെറ്റുണ്ടാവുമോ, അല്ലെങ്കിൽ ശരിയായിരിക്കുമോ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യത്തിന് ഒരു മറുപടിയായിട്ട് റിപ്ലൈ ചെയ്യാൻ എഴുതാൻ പോലും ഒരു ഇതുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ മതി, ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരിക, അക്ഷരത്തെറ്റും ഗ്രാമർ മിസ്റ്റേക്കും മാറ്റിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റിത്തരും. ഇനി ഇതിനെ കുറച്ചുകൂടി ഗംഭീരമാക്കി തരിക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗംഭീരമാക്കി തരും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ പരിമിതികളായിരുന്നു നമ്മുടെ പ്രശ്നം. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില തടസ്സങ്ങൾ വരും. ഈ തടസ്സങ്ങളിൽ നമ്മൾ അങ്ങ് തട്ടി നിന്നു. ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ആരംഭിക്കാൻ പോകുന്നു, അതിനകത്ത് ഒരു ചെറിയൊരു സംശയം വന്നു. ആ സംശയം തീർക്കാൻ അല്ലെങ്കിൽ ചോദിക്കാൻ ആളില്ല, അല്ലെങ്കിൽ ഇത് ഏത് ഓഫീസിൽ പോയി ചോദിക്കണം എന്ന് നമുക്കറിയില്ല. അപ്പോ നമ്മളെന്താ അവിടെ വെച്ച് അങ്ങ് നിൽക്കും. ഇനി അതിന്റെ ആവശ്യമില്ല, കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇനി നിങ്ങളെ കുട്ടികളെ, ഒരു വീട്ടമ്മയാണ്, കുട്ടികളെ നന്നായി പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം. നിങ്ങളുടെ മക്കൾ എഴുതിക്കൊണ്ട്, ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിക്കൊണ്ട് വന്ന ഏത് ഭാഷയാവട്ടെ, ഹിന്ദി ആവട്ടെ, മലയാളമാവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, എന്താ ആവട്ടെ, അതിന്റെ ഒന്ന് ഫോട്ടോ എടുത്ത് എയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇന്നതൊക്കെയാണ് അതിന്റെ തെറ്റുകൾ, ഇന്നതാണ് ശരി. പുതിയ കാര്യങ്ങൾ, നമുക്ക് ഭാഷ പഠിക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരിടത്തും പോണ്ട, എയോട് ചോദിച്ച് നിങ്ങളെ പഠിപ്പിക്കും, പുതിയ ഭാഷ പഠിപ്പിക്കും, പുതിയ സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കും. എന്തിനേറെ നിങ്ങൾക്ക്, നമ്മൾ സാധാരണ പാചകം ചെയ്യാറുണ്ടല്ലേ, യൂട്യൂബൊക്കെ നോക്കി പാചകം ചെയ്യാറുണ്ട്. യൂട്യൂബ് നോക്കി പാചകം ചെയ്യുമ്പോൾ ഈ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി നിങ്ങൾ എല്ലാം അതിൽ പറയുന്ന കാര്യങ്ങൾ, അതിന്റെ അളവ് ത്രാസൊക്കെ വേണം, തൂക്കിയൊക്കെ എടുക്കുക, എത്ര ഗ്രാം, ഇത്ര ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. ഇത് നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്ത്, അല്ലെങ്കിൽ പറയാ എന്തായാലും 2 ഉള്ളിയും 1 കായും അല്പം പച്ചമുളകും മാത്രമേ ഉള്ളൂ, ചോറിന് ഉള്ള അല്പം പുളിവ് എരിവുമുള്ള ഒരു കറി ഇത് വെച്ചുണ്ടാക്കി തരാനുള്ള റെസിപ്പി തയ്യാറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന സാധനം വെച്ചുകൊണ്ട് ഒരു റെസിപ്പി തയ്യാറാക്കി തരും. ചുമ്മാ തയ്യാറാക്കുന്നതല്ല, അത് ഇതിന്റെ എല്ലാ കോമ്പിനേഷനുകൾ എന്താണ് എന്ന് ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ.
ഇതിനകത്ത് ഇത് ഒന്നൊന്നിനോട് ചേരുമ്പോ ഇതെങ്ങനെയാണ്, അപ്പൊ അതിന്റെ അളവ് എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കണം, നെയ്യില്ല, പകരം വെളിച്ചെണ്ണയാണുള്ളത്, വെളിച്ചെണ്ണ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ ആർക്ക് പറ്റും? നമ്മള് പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. തമിഴ്നാട്, കന്നഡയിൽ പോകുന്നു, കർണാടകത്തിൽ പോകുന്നു, തമിഴ്നാട്ടിൽ പോകും. തമിഴും കന്നഡയും ഹിന്ദിയും നമുക്ക് അറിഞ്ഞുകൂടാ, ബസ് കയറാൻ അറിഞ്ഞുകൂടാ. നിങ്ങളുടെ മൊബൈൽ ഫോണില് AI ഉപയോഗിച്ചുകൊണ്ട് ബസ്സിന്റെ ദൂരം എന്ന് പറഞ്ഞ ബസ്സാണ്, ബസ്സിലെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ ബസ്സിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അല്ല കന്നഡയിൽ എഴുതിയിരിക്കുന്ന വാക്ക് നമുക്ക് മലയാളത്തിൽ വായിക്കാം. എന്തിനേറെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരു 4-5 മാസത്തിന് മുമ്പ് തമിഴ്നാട്ടിൽ ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ പോയി. വേറൊരു ക്ലാസ് എടുക്കാനായിരുന്നു. എനിക്ക് തമിഴ് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ബ്ലൂടൂത്ത് വെച്ചുകൊണ്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഒരു 300-400 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും വെച്ച് എൻ്റെ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞു. പതുക്കെ ഹെഡ്ഫോൺ വെച്ച് മൈക്ക് വെച്ച് മലയാളത്തിൽ പറഞ്ഞു. ഉച്ചത്തിൽ തമിഴിൽ കേട്ടു. അവര് തമിഴിൽ സംശയം ചോദിച്ചു, ഞാൻ മലയാളത്തിൽ കേട്ടു. ഞാൻ മലയാളത്തിൽ പറഞ്ഞു, അവര് തമിഴിൽ കേട്ടു. ഇതൊന്നും അസാധ്യമായ കാര്യങ്ങളല്ല. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഫോണിൽ ഒരു 3-4-5 വർഷമായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇത് നിങ്ങളെടുത്ത് ഉപയോഗിക്കുക. അതിനുള്ള ഭാഷ മാത്രം മതി. ഭാഷ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നന്നായി നമ്മൾ സുഹൃത്തുക്കളോട് നമ്മൾ സംസാരിക്കും, വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കും. എവിടെയെങ്കിലും നിന്ന് ഒരു 2 സ്റ്റേജിൽ കയറി 2 വാക്ക് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഒരു പേടിയാ, പറയില്ല. അങ്ങനെ പറയാൻ നമുക്ക് അറിഞ്ഞൂടാ, അല്ലേ? ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ വർത്തമാനം പറയും, നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ കൂടെ വർത്തമാനം പറയുന്നത് പോലെ ചുമ്മാ പറഞ്ഞാൽ മതി. അപ്പൊ ആ പ്രശ്നവും പരിഹരിച്ചു. ഇനി ഈ വളരെ അച്ചടി ഭാഷയിൽ വളരെ കൃത്യമായിട്ട് കണിസമായി സുന്ദരമായി തന്നെ പറയണമെന്നില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. അത് മനസ്സിലാക്കിയെടുക്കും. അത് നിങ്ങൾ പറഞ്ഞത് തെറ്റായി ആണ് കേട്ടതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് എടുത്ത് ഡിലീറ്റ് കളഞ്ഞിട്ട് അടുത്ത് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ഒന്നും വേണ്ട, നിങ്ങൾക്ക് കുറച്ച് കോഴിയുണ്ട്, നാടൻ മുട്ട നിങ്ങൾ വിൽക്കുന്നു. നാടൻ മുട്ട കുറച്ചുകൂടി ഉയർന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ വിൽക്കണം. ഓൺലൈൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നുമല്ല. നിങ്ങളുടെ കൂട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു പരസ്യം ഇട്ടാൽ പോലും അത് വിറ്റുപോകും. അതിനൊരു ഗംഭീരമായിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കണം. ഇതിനോട് പറഞ്ഞാൽ മതി, നല്ല പോസ്റ്റർ തയ്യാറാക്കി തരും. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, നിങ്ങളൊരു അച്ചാർ ഉണ്ടാക്കുന്നു, അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു പേപ്പർ കീറി അതിനകത്ത് ചോറ് വെച്ച് പശയാക്കി ഒട്ടിച്ചൊക്കെ വെക്കുന്ന രീതിയുണ്ടല്ലോ, അല്ലേ? അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പ്രൊഫഷണലായി ഒരു ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ഇറക്കുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ലേബല് നമുക്ക് ഉണ്ടാക്കാം, പാട്ടുണ്ടാക്കാം, അല്ലെ? ഇപ്പോ ന്യൂ ഇയർ ഒക്കെ വന്നു, ഇപ്പൊ ക്രിസ്മസ് വന്നു. നിങ്ങളുടെ പള്ളിയിലേക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മലയാളത്തിൽ നല്ല പാട്ടുണ്ടാക്കി പാടിക്കാം. അതും സാധ്യമാണ്. ഇതെല്ലാം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു വീട് മെയിൻ്റെനൻസ് ചെയ്യണം. ഈ മെയിൻ്റെനൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ആലോചിക്കും. പക്ഷേ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ പലതും വിട്ടുപോകും. പക്ഷെ ഈ ആലോചനയിൽ എല്ലാ സാധ്യതകളും നമ്മൾ ആലോചനയിൽ കൊണ്ടുവരണം. അപ്പോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പരമാവധി സാധ്യതകളെ മനസ്സിലാക്കി തരാൻ ഏകിരിക്കും. ഈ പരമാവധി സാധ്യതകൾ ഇത് പറഞ്ഞു, അതിന്റെ സൂക്ഷ്മമായ എല്ലാ സാധ്യതകളും പറഞ്ഞു. ആ സാധ്യതകളുടെ ഒരു നീണ്ട പട്ടികയാണ്. ആ നീണ്ട പട്ടികകളിൽ നിന്ന് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും ആരെ കൊണ്ടുവരും, എയെ കൊണ്ടുവരും. അപ്പൊ അതിനൊക്കെ ഓരോരോ ടെക്നിക്കുകളുണ്ട്.
ഇത് ഉപയോഗിക്കുന്ന രീതി എന്താണ്? അപ്പൊ ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നതിനെ പറയുന്നതിനെയാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയും. പ്രോംപ്റ്റിംഗ് അതാണ് ഈ നിർമ്മിത ബുദ്ധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ കൊണ്ട് ഒരു നമ്മൾ ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നൊരു കലയാണ്. ചില ആൾക്കാരെ കൊണ്ട് നമുക്ക് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല, അവർ ജോലി ചെയ്യില്ല, നമ്മളൊന്നും ചെയ്യിപ്പിക്കാനും പറ്റില്ല. പക്ഷെ ചില ആൾക്കാര് അതിൻ്റെതായ ഒരു ടെക്നിക്കൽ രീതിയിൽ ഓരോ ജോലിക്കാരെയും രീതി അനുസരിച്ച് നന്നായി ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതി, അതിനാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ പ്രോംപ്റ്റിംഗ് ആണ് നമ്മുടെ ഈ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പഠനം, നമ്മൾ ഈ കോഴ്സ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഒരു ടൂൾ, ഒരു കാര്യം പഠിക്കുന്നു. ആ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അത് എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാം, നമ്മുടെ തൊഴിലിൽ അതെങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ വ്യക്തിഗതമായ വികാസത്തിന് വേണ്ടി, നമ്മുടെ അച്ചീവ്മെന്റ്, കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഈ പഠന രീതിയിൽ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഒപ്പം നമ്മുടെ ഈ ബാച്ച്, ഈ പുതിയ നമ്മളിപ്പോ 8ാമത്തെ ബാച്ച് തുടങ്ങുമ്പോൾ ഈ 8ാമത്തെ ബാച്ചിന് ഒരു സവിശേഷതയുണ്ട്. ഇത് മുമ്പുള്ള ബാച്ച് പോലെയല്ല, ഒരു സ്ട്രക്ചേർഡ് ട്രെയിനിങ് ഓൺലൈൻ പ്രോഗ്രാമാണ്. ആ സ്ട്രക്ചേർഡ് ട്രെയിനിങ് ഓൺലൈൻ പ്രോഗ്രാം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നിടാം. അതായത് നമ്മൾ ഇത് ക്ലാസ് കഴിയുന്നു, ഈ ക്ലാസ്സിൽ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കും. അതിനെ കുറച്ചൊരു ഹാൻഡ് ബുക്ക് പോലെ, ഒരു ദിവസം പഠിപ്പിച്ച കാര്യം അതിൻ്റെ ഒരു ഹാൻഡ് ബുക്ക് പോലെ 1, 2, 3 എന്ന് വളരെ ലളിതമായി ആർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു നോട്ട്. ഇതിൻ്റെ ഒരു അറ്റൻഡൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ നോട്ട് വെച്ചുകൊണ്ട് ആ നോട്ട് 1, 2 ഈ നോട്ടിനെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച്, ഇത് നിങ്ങളെ തൊഴിൽ എങ്ങനെ ഉപയോഗിക്കാം, നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള സാധ്യത. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതുന്ന, സാധ്യമല്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമുക്കിനി നടപ്പാക്കിയെടുക്കാൻ പറ്റും. പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, അത് വെറും സംഖ്യ മാത്രമാണ്, അല്ലേ? നമ്മളെ ഈ ഗ്രൂപ്പിൽ ഞാൻ കണ്ടപ്പോ, നമ്മളെ ഗ്രൂപ്പില് ഏതാണ്ട് കൂടുതൽ പേരും 40-50 വയസ്സിനൊക്കെ മേൽ പ്രായമുള്ള 40-50 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജനിച്ച ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു തലമുറയാണ്. ലോകത്തിലെ എല്ലാ ടെക്നോളജിയും നമ്മൾ കണ്ടു. റേഡിയോ വരുന്ന കണ്ടു, TV ടേപ്പ് റെക്കോർഡർ വരുന്ന കണ്ടു, ചില ടെക്നോളജി വന്നിട്ട് പോയി, അല്ലേ? കാളവണ്ടി മുതൽ എല്ലാ ടെക്നോളജികളും നമ്മൾ കണ്ടു. ആ ടെക്നോളജി നമ്മുടെ ജീവിതകാലത്ത് ഈ വന്ന ടെക്നോളജികളിൽ ഏറ്റവും ഗംഭീരമായ ഈ AI എന്ന് പറയുന്ന ടെക്നോളജി കൂടി നമ്മൾ ഉപയോഗിക്കണം. അതുകൂടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഈ ജന്മം, ഈ ഭൂമുഖത്തുണ്ടായ ഇന്നുവരെയുള്ള മനുഷ്യ ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യകരമായ ഒരു ജന്മമായി മാറുന്നത്, അല്ലെ? നമ്മൾ മാറ്റിവെച്ച് പലതും ചെയ്യുന്നതിനോടൊപ്പം അത്തരത്തിലുള്ളൊരു ഓക്കെ. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഞങ്ങളുടെ സമയം ഏതാണ്ട് വൈകി. എന്നാലും നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഒരു പാട്ട് നമുക്കൊന്ന് എഴുതി പാടിച്ച് നമുക്കൊന്ന് നോക്കാം. എന്നാലും 1-2 കാര്യങ്ങളൊക്കെ കൂടെ പറയാനുള്ള സമയമില്ല. എങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറയണം. ഒരു പാട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒന്ന് തന്നാൽ മതി. ആരെങ്കിലും ഒരാൾ ഒരു പാട്ട്, നമുക്കൊരു പാട്ട് എഴുതണേ. ആരെക്കുറിച്ചോ, നിങ്ങളെക്കുറിച്ചോ, നിങ്ങളുടെ ഗ്രാമത്തിനെ കുറിച്ചോ, നിങ്ങളുടെ സ്ഥലത്തെ കുറിച്ചോ ആ ഒരു സ്പെസിഫിക് ആയിട്ട് ഇത് പറഞ്ഞ എങ്കിലേ ആ പാട്ടിന് പ്രത്യേകതയുള്ളൂ. ആരെങ്കിലും ഒരാൾ പറയൂ. ഒരു അമ്പലനടയിലെ ഒരു ആൽമരം. ഏതമ്പലം? ആര്യങ്കാവ് അമ്പലത്തിൽ ആര്യങ്കാവ് അമ്പലത്തിൽ ആൽമരത്തെ കുറിച്ച് ഒരു പാട്ട് വേണം, അല്ലേ? എഴുതാം. ഓക്കെ. ആര്യങ്കാവ് അമ്പലത്തിലെ ആൽമരത്തെ കുറിച്ച് ഒരു പാട്ട് തയ്യാറാക്കി തരിക. നമ്മൾ ചാറ്റ് GPT തന്നെ പറയാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ചുമ്മാ ഇത് പ്രോംപ്റ്റിങ്ങിന്റെ ഒരു രീതി എന്നല്ല, ചുമ്മാ നമ്മൾ പറഞ്ഞതാണ്. ആര്യങ്കാവ് അമ്പലത്തിലെ പാട്ട് തയ്യാറാക്കി.
ആൽബരം എന്നായല്ലോ സാറേ. എന്ത്? ആൽമരം എന്നുള്ളതിന് ആൽമരം. ആൽമരം. ആൽമരം ആൽമരം. എന്നത്. ഞാൻ പറഞ്ഞതില് സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. തൽക്കാലം നമുക്ക് തിരുത്താൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈ പാട്ടിനെ നമുക്ക് ഒന്ന് പാടിക്കാം. ഓക്കെ, നമുക്കൊന്ന് പാടിക്കാൻ വേണ്ടി നമ്മളൊരു എടുക്കാൻ. ആൾ മരം എന്ന് പറഞ്ഞാൽ മരമായി പോയി. രണ്ട് പാട്ടുകൾ, രണ്ടല്ല 3-4 പാട്ടുകൾ അതിനേക്കാളുണ്ട്. ഇതായി കഴിഞ്ഞു. പാട്ടായി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആര്യങ്കാവിൻ മണ്ണിൽ നിൽക്കും ആൽബരം നീ മൗന സാക്ഷി. കാലമൊഴുകിപ്പോയ കഥകൾ ഇലകളിൽ എഴുതി വച്ചു. ആൽബരമേ ആൽബരമേ, ദൈവത്തിൻ്റെ നിഴൽ നീ. ആര്യങ്കാവിൻ അമ്പലത്തിൽ വിശ്വാസത്തിൻ്റെ വേരായി നീ. മണിക്കൂറി വേറെ ആരെ ഫോണ് അതേ മൊബൈൽ ഓണായി കിടക്കുന്നത്. Nesse dia 11 de fevereiro, o céu se abre. അപ്പൊ എങ്ങനെയുണ്ട് പാട്ട്? എങ്ങനെയുണ്ട് പാട്ട്? എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് ക്രിസ്മസ് കരോള്, അത് നിങ്ങളുടെ പ്രദേശത്തെ കുറിച്ച് നിങ്ങൾ ഓരോ വീട്ടിലും ചെന്ന് ക്രിസ്മസ് കരോള് പാടുമ്പോ ആ വീട്ടുകാരെ കുറിച്ചുള്ള പാട്ടുണ്ടായിക്കൊണ്ട് പോവാ. അത് ഇട്ട് ഏൽപ്പിക്കാം. എങ്ങനെയാ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ പറയണം. എങ്ങനെയാ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഇത് നമ്മളെ ഇതിന്റെ സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. ഇതെങ്ങനെയാണ് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇതിന്റെ സാധ്യതകൾ നമ്മുടെ കോഴ്സിൽ ഇതൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമില് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള. അപ്പൊ ഇനി ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇറക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന ആരെങ്കിലും? എന്തെങ്കിലും സോപ്പോ എണ്ണയോ എന്തെങ്കിലും എന്തോ ആവട്ടെ, എന്തെങ്കിലും ആരെങ്കിലും പറയാമോ? ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന ആരുമില്ല? ആരെങ്കിലും പറയൂ. നമ്മുടെ സിസ്റ്റർമാര് നിങ്ങളുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ? എന്തെങ്കിലും നമുക്ക് നടക്കാൻ പോകുന്നുണ്ട്. എന്ത് അച്ചാർ? അച്ചാർ. എന്താ അച്ചാറിന്റെ പേര്? നിലവിലെ പേരിട്ടിട്ടില്ല, പേരിടാൻ പോകുന്നതേ ഉള്ളൂ. എന്ത് പേരാണ്? സുബി അച്ചാർ അല്ലേ? അതെ അതെ. മാങ്ങ അച്ചാർ. സുബി മാങ്ങ അച്ചാർ. സുബി ആൻഡ് കമ്പനിയുടെ ഉൽപ്പന്നം. സുബി എന്ന പേര് അച്ചാറിന്റെ ലേബലിൽ വേണം. നല്ല മാങ്ങകളുടെ ചിത്രവും വേണം. ബോട്ടിലിന് ഒരു ലേബൽ തയ്യാറാക്കി തരിക.
അപ്പോൾ ഈ സാധനം ഞാൻ ഒരു മറ്റൊരു എയിൽ കൊടുക്കുകയാണ്. ആയി കഴിഞ്ഞു. ഞാൻ ഷെയർ ചെയ്യാം. സോറി. കണ്ടോ, ലേബറായി സുബി മാങ്ങ അച്ചാർ. സെക്കൻഡ് ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു സമയമാണ് അല്ലേ? സുബി അച്ചാർ, ഇതിലേതാണ് വേണ്ടത് എന്നിട്ട് ലേബലിന്റെ മാത്രം സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങൾ എന്തും മനസ്സിൽ വിചാരിക്കുന്നു, ആ മനസ്സിൽ വിചാരിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് പ്രോജക്റ്റ് ഇതിപ്പോ ഇതിന്റെ ഒരു ബാഗിൽ കൊടുക്കാനായിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി തരും. ഇതാ ഇതിന്റെ ഒരു സാധ്യത. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, വളരെ നിസ്സാരമായി ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ എന്താ നമുക്ക് വേണ്ടത്? മലയാളത്തിൽ പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ മൊബൈൽ ഫോൺ. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ കൈവശം വാട്സാപ്പ് വർക്ക് ചെയ്യുന്ന മൊബൈലാണല്ലോ, ആ മൊബൈൽ ഉപയോഗിച്ചല്ലേ നിങ്ങൾ ഈ കാണുന്നത്. ആ മൊബൈലിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതാണ് ഈ പ്രോഗ്രാം. ഇനി ഞാൻ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി പങ്കാശ് സാറിനെ ക്ഷണിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാം. സമയം 10-15 മിനിറ്റ് കൂടെ ആണെങ്കിൽ നമുക്ക് എടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറേ സംശയം ചോദിച്ച ശേഷം പറഞ്ഞാൽ പോരെ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കണം. ഞാൻ എനിക്ക് സംശയമുള്ളത്, ഞാൻ ചെയ്യുന്നത് ജനറലായിട്ട് നമ്മളുടെ നോളജ്, നമ്മളുടെ അറിവ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളുടെ ലൈഫ് സ്പാൻ കൂടുന്നൊക്കെ ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, എനിക്ക് കിട്ടുന്ന ഏതറിവായാലും ഞാൻ അത് പബ്ലിക്കിന് എല്ലാവർക്കും, ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസില് എനിക്ക് തോന്നുന്നത് മോർ ദാൻ 50% എൻ്റെ കൂട്ടുകാരെ ഞാൻ അറിയുന്ന ആൾക്കാരും ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യുമെന്നല്ല, പക്ഷെ എനിക്ക് ഈ ടൂൾ എനിക്കിപ്പോ ചെയ്യുന്ന ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അത് എനിക്ക് എങ്ങനെ എക്കണോമിക്കലായിട്ട് ടൈം സേവിങ് ആയിട്ട് പറഞ്ഞ് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് ഏത് ടൂൾ ഉപയോഗിക്കണമെന്നൊക്കെ ഞാൻ അത്യാവശ്യം സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. സാറിന്റെ ക്ലാസ് വൺ ഓഫ് ദി ബെസ്റ്റ്. പിന്നെ അടുത്ത പരിപാടി, ഞാൻ ഒരുപാട് ഇപ്പൊ പല രാജ്യങ്ങളിലും താമസിക്കുന്നതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ, പല ഇന്ത്യക്കാർക്ക് തന്നെ ഇതിന്റെ ABC അറിയില്ല. അപ്പൊ ഞാനും അതുപോലെ ഒരു പൊട്ടൻ തന്നെയാണ്. പക്ഷെ എനിക്ക് അവരിൽ കൂടി എത്തിക്കണം. ഇനി ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുമോ, വല്ലതും നമ്മുടെ യൂട്യൂബിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ സാറ് ഒന്ന് അറിയിക്കാം. നമ്മുടെ ഒരു ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. വീണ്ടും ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്യാം. പക്ഷെ അത് അടുത്ത ബാച്ച്, അതായത് ഈ ബാച്ചിന് അടുത്ത മാസങ്ങളിലൊക്കെ അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് അത് മഹേഷ് സാർ പറയും. ഓക്കെ. അപ്പൊ ഒന്നും കൂടി, പിന്നെ ഞാൻ സാറ് തരുന്ന എല്ലാ ഫീൽഡും ഞാൻ കൈയെത്താവുന്ന ദൂരത്തൊക്കെ എത്തിക്കുന്നുണ്ട്. സാറിന്റെ വായിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഒത്തിരി പ്രചോദനമാണ് സാറിന്റെ മില്ലറ്റിന്റെ ഇൻഫർമേഷൻ ഒക്കെ. സാറിന്റെ മില്ലറ്റും പിന്നെ ഇവിടുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യും. അഭിലാഷം അതെങ്ങനെ സാഫല്യപ്പെടുത്താം, ഈ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതാണ് എന്റെ ഏറ്റവും വലിയ ടാസ്ക്. ഇനി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ സാർ? നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ടാണ്. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ സാർ ആർക്കെങ്കിലും? ഷാജി സാർ, നിങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ?
വളരെ ഇഷ്ടപ്പെട്ടു സാറേ. ഞാൻ ഓക്കെ. സെക്കൻഡ് അതിന് നമ്മൾ ഉപയോഗിച്ചത് സെക്കൻഡുകൾ മാത്രമാണ്. ഒരു പാട്ടുണ്ടാക്കാൻ നിങ്ങൾ ഒരു 3 മിനിറ്റ് ടൈം വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് ഗംഭീരമായ പാട്ടുണ്ടാകും. നമ്മൾ ഇവിടെ എല്ലാം ചെയ്തത് സെക്കൻഡുകൾ കൊണ്ടാണ്. അതിനകത്ത് നിങ്ങൾ ചിലപ്പോ മണിക്കൂറുകളോളോ ദിവസങ്ങളോളോ മാസങ്ങളോളോ എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. മണിക്കൂറുകൾ എടുക്കുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ 2-3 മിനിറ്റ് നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ഗംഭീരമായ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നേരെ പങ്കജാക്ഷ സാറ് വരണം. പങ്കജ് സാറേ. അപ്പോൾ എല്ലാവർക്കും നിർമ്മിത ബുദ്ധിയുടെ അനന്ത സാധ്യതകളെക്കുറിച്ച് അത്യാവശ്യം വിവരങ്ങൾ അറിഞ്ഞു എന്ന് കരുതുന്നു. ഈ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. 4000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീസ്. ഒരു സാധാരണഗതിയിൽ എപ്പോഴും നമ്മൾ ഇതിനകത്ത് പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു ഇൻസെൻറ്റീവ് എന്നുള്ള നിലയിലേക്ക് ചെറിയൊരു റിഡക്ഷൻ കൊടുക്കാറുണ്ടത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി അല്ല. പക്ഷേ അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക അല്ലാതെയും ഏകദേശം ഒരു 4 ആളുകൾ ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ സാങ്കേതികമായ ചിലവുകൾക്കും വരുന്ന ഫീസാണ് 4000 രൂപ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് 500 രൂപ സജു സാറിൻ്റെ ഐടെക്കിൻ്റെ വകയായി സൗജന്യം അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു അറ്റൻഡൻസ് ഷീറ്റ് ഇടും. ആ അറ്റൻഡൻസ് ഷീറ്റിൽ നിങ്ങൾ ഒരു സീരിയൽ നമ്പർ അതിനകത്ത് ഉണ്ട്. ആ സീരിയൽ നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേര്, മേൽവിലാസം, അതേപോലെ ഇമെയിൽ ID, വാട്സപ്പ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഇടേണ്ടിയുണ്ട്. ഇത് വിവരം ആൾറെഡി നമ്മുടെ ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ബാക്കി വിവരങ്ങൾ. അപ്പോൾ ആദ്യം ചേരുന്ന 25 ആളുകൾക്കാണ് അത് കൊടുക്കുന്നത്. നാളെ 24 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇത് കൊടുക്കാം. ഇനി അഥവാ ഒരുമിച്ച് അടയ്ക്കാൻ ഫീസില്ലാത്ത 3500 രൂപ ഒരുമിച്ച് അടയ്ക്കാൻ ഫീസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റായിട്ട് 1000 രൂപയെങ്കിലും കൊടുക്കാനും കഴിയുന്നത് കൊടുത്തിട്ട് ബാക്കി എന്ന് കൊടുക്കും എന്നുള്ളത് ഈ വാട്സപ്പ് നമ്പർ പറയുന്ന ശാന്തമ്മയുടെ നമ്പറാണ്. അവർക്ക് കൊടുത്താൽ മതിയാവും. നാളെ തന്നെയാണ് ഈ ക്ലാസ് തുടങ്ങുന്നത്. സൈ സാർ നാളെ ക്ലാസ് ഉണ്ടല്ലോ? സജി സാർ മ്യൂട്ടാണ്. സൈ സാർ ശബ്ദം. നാളത്തെ നമുക്ക് ക്ലാസ് ഫ്രീ ക്ലാസ് ആക്കാം. ഇന്നത്തെ ഈ ഗ്രൂപ്പിൽ ഉള്ളവർക്കും ഇന്ന് കയറാൻ പറ്റാത്തവർക്കും വേണ്ടി നാളത്തെ ക്ലാസ് കൂടെ ഫ്രീ ക്ലാസ് ആക്കാം. ഓക്കെ. കയറിയവർക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഫ്രീ ക്ലാസ് ആയിരിക്കും. ഈ 2 ക്ലാസ്സുകളുടെയും വീഡിയോ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇടുമല്ലോ സാർ? തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ നാളത്തെ ക്ലാസ്സിന്റെ വീഡിയോ എല്ലാവർക്കും ചോദിക്കുന്നുണ്ടല്ലോ. ഞാനാണ്. അതെ. ഓൾറെഡി 4000 രൂപ അടച്ച ആളിന് 500 രൂപ റീഫണ്ട് ചെയ്യോ? അത് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് സാറേ. ബോർവെല്ല് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. വെള്ളം എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം AI ഉപയോഗിച്ച്. കേട്ടോ? ഞാൻ സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഈ സ്പോട്ടില് പത്മനാഭ റോഡിലുള്ള ഓക്കെ സാർ. അത് പറഞ്ഞത് ഈ ഞങ്ങളിവിടെ കുറേയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും തന്നെ ആരുടെയും സ്പോൺസർഷിപ്പ് ഇല്ലാതെയാണ് നടക്കുന്നത്. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ആവശ്യമുള്ളവർ 4000 രൂപ അടച്ച ആളുകൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് 500 രൂപ തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും തരും, ഇൻസെന്റീവ് എന്നുള്ള നിലയിൽ. സന്തോഷമേ ഉള്ളൂ. പിന്നെ കാരണം ഇതിനകത്ത് അതുകൂടി നമ്മൾ പറയുകയാണ്, സജു സാറിന് ചെറിയൊരു ഹോണറേറിയം കൊടുക്കുന്നുണ്ട്. ബാക്കി ഇതിനകത്ത് പ്രവർത്തിക്കുന്ന 3 ആളുകൾക്കുള്ള ഒരു വേതനവും കൂടി ഇതിനകത്ത് നിന്ന് കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം വരുന്ന തുക ഞങ്ങളുടെ ഒരു ചെറിയ ഗോശാല, നാടൻ പശുക്കളുടെ ഗോശാല നടത്തുന്നുണ്ട്. ഒരു മാസം ഏകദേശം 35,000 രൂപയാണ് നമുക്ക് അതിലേക്ക് ചിലവ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആരും തന്നെ ഇതിനകത്ത് നിന്ന് 1 രൂപ പോലും മിച്ചം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പോക്കറ്റുകളിൽ ആക്കാറില്ല. ശാന്തിഗ്രാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്.
പിന്നെ നിങ്ങൾക്ക് ഈ ഡൊണേഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ പഠിക്കുന്ന കോഴ്സിൽ തന്നെ ഡൊണേഷൻ എന്നുള്ള നിലയിലേക്ക് റെസിപ്റ്റ് വേണമെങ്കിൽ ആ തുകയ്ക്ക് നിങ്ങളിപ്പോൾ 4000 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാലും ATG പ്രകാരം നിങ്ങൾക്ക് ടാക്സ് എക്സംഷന് അർഹതയുണ്ട്. അത് ഡൊണേഷൻ എന്നുള്ള റെസിപ്റ്റ് എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ അതിനും സാധ്യതയുണ്ട്, ഞങ്ങളുടെ സംഭാവനയായിട്ട് കരുതും. അപ്പോൾ സൂചിപ്പിച്ചു, ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുടെ ഒരു അറ്റൻഡൻസ് ഷീറ്റ് നമ്മൾ ഇതിനകത്തിടും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് അറിയിച്ചാൽ മതിയാവും. പേര്, അഡ്രസ്സ്, അതുപോലെ ഇമെയിൽ ID, വാട്സപ്പ് നമ്പർ. ഇമെയിൽ ID തരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല ആളുകളും ഇമെയിൽ ID തരുന്ന സമയത്ത് അവരുടെ പഴയതോ വർക്ക് ചെയ്യാത്തതോ ഇമെയിൽ ID തരരുത്. കാരണം ഇമെയിൽ ID ഇപ്പോൾ ഇന്നും നാളത്തെയും ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ലോഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും കാണാൻ കഴിയും. പക്ഷേ മറ്റ് ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ മറ്റ് മാധ്യമങ്ങളിലൂടെയാണ് കാണാൻ കഴിയുന്നത് കൊണ്ട് നിങ്ങളുടെ ജിമെയിൽ സംവിധാനത്തിൽ ഇവിടെ മാത്രമേ അത് കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഫീസ് അടയ്ക്കുന്ന ആളുകൾക്ക് അവരുടെ ജിമെയിൽ വഴിയേ ആ ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം അറിയിക്കുന്നു. മറ്റെന്തെങ്കിലും? യെസ്, ഇത് ഓഫ്ലൈനില് ഏതെങ്കിലും 2-3 ദിവസങ്ങളിൽ ഓഫ്ലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ടോ? ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾക്ക് ഒരു 30 ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. സ്ഥലം എവിടെയാണ് നിങ്ങളുടെ? ഷാനറ്റ്? ഞങ്ങള് കർണാടകയിലാണ്. ഞങ്ങൾ വരും. കുറച്ചുകൂടെ സിസ്റ്റർ, ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഓഫ്ലൈനായി നിങ്ങൾക്ക് ഓൺലൈനായി പഠിക്കുന്ന കാര്യങ്ങൾ ഓഫ്ലൈനായിട്ട് പ്രാക്ടിക്കൽ ചെയ്യാനാണെങ്കിൽ ശാന്തിഗ്രാമിലേക്ക് എന്നും വരാം. രാം കിരണിൻ്റെ നമ്പർ നമ്മളെ മെസ്സേജുകളെല്ലാം ഉണ്ട്. രാം കിരണിനെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ MSSF ബന്ധപ്പെട്ട് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളല്ലേ നിങ്ങൾ? അതെ അതെ. അപ്പോൾ അത് കർണാടകയിലായിരുന്നാലും സൈദ് സാറ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. സൈദ് സാറിൻ്റെ നമ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജായിട്ട് ഇട്ടാൽ മതി. ഓഫ്ലൈൻ തീർച്ചയായും നമുക്ക് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സൈദ് സാറ് പുറത്ത് ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട്, മറുപടി സൈദ് സാറ് തന്നെ പറയുമെന്ന് കരുതുന്നു. പക്ഷേ ഓൺലൈൻ കോഴ്സിൽ ചേർന്നിട്ട് ഓഫ്ലൈനിലേക്ക് എന്തുകൊണ്ടും ഈ ഓൺലൈൻ ക്ലാസ് ആണ് ഏറ്റവും മെച്ചം. കാരണം നമ്മൾ കുറേശ്ശെ പഠിച്ച് പോകുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇന്ന് ഒരു കാര്യം പഠിക്കുന്നു, അത് നമുക്ക് വരുന്ന 4-5 ദിവസം കൊണ്ട് അത് ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് ഓഫ്ലൈനിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം നമുക്ക് ബോധ്യപ്പെട്ടതായിട്ട് തോന്നുന്നു. പക്ഷെ പ്രായോഗികമായി അത് ഫലം കുറവാണ്. ഓൺലൈനിലാണ് മെച്ചമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സാറിന്റെ അനുഭവത്തോട് പറഞ്ഞോട്ടെ. അതായത് നമ്മൾ ഈ കഴിഞ്ഞ ബാച്ചിൻ്റെ ഒരു ചെറിയ ഇവാലുവേഷൻ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഓഫ്ലൈൻ ഒരു നിർദ്ദേശം വെച്ചത് 1 മണിക്കൂർ എന്നുള്ളത് ഒരു 1.5 മണിക്കൂർ കൂടി സംശയങ്ങൾ ചോദിക്കാൻ ഒരു 1.5 മണിക്കൂർ ആക്കണമെന്ന് പറഞ്ഞൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഈ 8 മണി ആണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 7:45 ആകുമ്പോൾ നമ്മുടെ ലിങ്ക് ഓപ്പൺ ചെയ്യും. 15 മിനിറ്റ് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം. അത് കഴിഞ്ഞ് 9 മണിയാണെങ്കിൽ പോലും 9:30 വരെ, 9:15 വരെയും 9:30 വരെയും ഒക്കെ 7:45 യെസ്, 7:45, 9:15 ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഈ സാധാരണ ഓൺലൈൻ ക്ലാസ്സുകാർ വെക്കുന്നത് പോലെ ഈ ക്ലാസ്സിന്റെ ദിവസം കഴിഞ്ഞാൽ തന്നെയും 1-2 ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ നമ്മൾ വെക്കുന്നതാണ്. പിന്നെ ഏത് സംശയവും നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം. യെസ്, വോയിസ് മെസ്സേജ് ഇട്ടാലും മതി. വാട്സപ്പ് ഗ്രൂപ്പില് ഏതെങ്കിലും നമുക്കുള്ള പരാതി എന്ന് പറയുന്നത് ആരും ഒന്നും ചോദിക്കുന്നില്ലെന്നുള്ള, നിങ്ങൾക്ക് എപ്പോഴും വേണോ നിങ്ങൾക്ക് ചോദിക്കാം, ഏത് സമയത്ത് വേണോ ചോദിക്കാം. അതിന് കൃത്യമായ മറുപടി ലഭിക്കും. മാത്രമല്ല, ഈ 2 ദിവസം നമ്മൾ ക്ലാസ് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറയും, നമ്മൾ ഈ പഠിക്കുന്നതിന് നമുക്കൊരു ലക്ഷ്യം വേണം. നമ്മൾ ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത്, മാർക്കറ്റിംഗ് ഫീൽഡാണെങ്കിൽ, പ്രൊഡക്ഷൻ ഫീൽഡാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു NGOയുടെ ഹെഡ് എന്നുള്ള നിലയിലേക്ക് ആണെങ്കിൽ, പ്രോജക്റ്റ് എഴുതാൻ വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കാനൊക്കെ ആണെങ്കിൽ, ആ തരത്തിലേക്ക് നമുക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് ആ സെഷനുകളെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ 2 ദിവസം തരുന്നത്, ഈ 2 മാസം യഥാർത്ഥത്തിൽ ഒരാഴ്ചയിൽ 2 ദിവസമേ ക്ലാസ് ഉള്ളൂ എങ്കിൽ കൂടി ഈ ഒരാഴ്ച നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഈ ഒരാഴ്ചയിൽ 2 ദിവസം പഠിപ്പിക്കുന്നത് ആ ആഴ്ച തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള റിസൾട്ടും അതുപോലെ തന്നെ സംശയങ്ങളും ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു സർവീസ്
ഈ ഗ്രൂപ്പിലുണ്ടാകും. പിന്നെ ഇത് കഴിഞ്ഞായാലും ഇപ്പോൾ ഇതുവരെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പങ്കെടുത്ത എല്ലാവരെയും ജനറൽ ഒരു ഗ്രൂപ്പുണ്ട്, AI ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പറാകാം. അതിലൂടെയും നിങ്ങൾക്ക് ചോദിക്കാം. അല്ല, ആ കാര്യം നമ്മൾ വിട്ടുപോയി. അപ്പൊ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞാലും ഈ കോഴ്സ് കഴിഞ്ഞവരെ ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള എല്ലാവരും. അപ്പൊ ഇതിനകത്ത് വരുന്ന ഈ അപ്ഡേറ്റ് ഒരു വർഷം കുറഞ്ഞൊരു 3-4 ക്ലാസ്സെങ്കിലും എല്ലാവർക്കും ലൈഫ് ലോങ് ഇതിനകത്ത് കിട്ടും. ലൈഫ് ലോങ് എന്ന് പറയുന്നത് ഒരു ദീർഘകാലം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരു ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊരു ഫോളോ അപ്പ് ഗ്രൂപ്പിൽ വരും. പിന്നെയുള്ളത് ഇതിന്റെ വീഡിയോ ഒരു ദിവസം ക്ലാസ്, അത് സാർ പറഞ്ഞോ? സൈ സാർ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അവർക്ക് തീർച്ചയായും ഇതിന്റെ വീഡിയോ അടുത്ത ദിവസം നമ്മൾ ഇടും. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത്രയും സമയം കണ്ടെത്തണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വർഷക്കാലം അത് ഗ്രൂപ്പിലുണ്ടാകും. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയും കഴിയും. അങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ക്ലാസ്സിൽ സുരേന്ദ്ര സാറ് ചോദിച്ച ഒരു കാര്യം, ഇംഗ്ലീഷ് ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്നത് സജി സാറിൻ്റെയും ഞങ്ങളുടെയും ഒരു സുഹൃത്തായ സബിത്താണ്. സബിത്ത് കാനഡയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ, സബിത്ത് എടുക്കുന്ന ക്ലാസ്സുകളുടെ വീഡിയോ നമുക്ക് യൂട്യൂബിലോ മറ്റു സംഭവങ്ങളിലോ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അത് നോട്ട് ചെയ്തെടുത്ത് സബിത്ത് അതിൻ്റെ പവർ പോയിന്റും നോട്ട്സും ഒക്കെ ഇടും. അത് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കുഴപ്പം നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് ഉണ്ട്. പക്ഷേ എന്നാൽ മലയാളം ക്ലാസ്സുകൾക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല, എൻഡ്ലെസ് ആണ്. അപ്പൊ അത്യാവശ്യ വിവരങ്ങൾ കിട്ടിയെന്ന് കരുതുന്നു. 9 അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ ഒരു റിവ്യൂയോടുകൂടി അവസാനിപ്പിക്കാം. ആരെങ്കിലും ഇതിൽ പങ്കെടുത്ത ഒരാൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ കുറവുകളോ നിർദ്ദേശങ്ങളോ എന്ത് വേണമെങ്കിലും ആകാം, സ്വാഗതം. പിന്നെ ഈ അറിയിപ്പ് പല ആളുകൾക്കും അറിഞ്ഞിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വിവരങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. താങ്ക് യു. ആർക്കെങ്കിലും ഒരു റിവ്യൂ പറഞ്ഞുകൊണ്ട് ഒരു താങ്ക്സ് പറയാം. പങ്കെടുക്കുന്ന ആളുകൾ 50ഓളം ആളുകൾ ഇതിനകത്തുണ്ട്. എൻ്റെ പേര് സുരേന്ദ്രൻ. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ 2-3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഭാഗ്യമുണ്ടായി. പിന്നെ എനിക്ക് ഇപ്പം നാളെ ഞാൻ തിരിച്ച് നമ്മളുടെ സ്വന്തം സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കിപ്പോൾ നാളത്തെ റെക്കോർഡിങ് യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാര്യം നാളെ അതിരാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് ടൈം ഡിഫറൻസ് വെച്ചിട്ട് ആ രാജ്യത്ത് എത്തിച്ചേരുമ്പോൾ ഇവിടുന്ന് ഇരുട്ടത്ത് യാത്ര ചെയ്ത് 4 മണിക്കൂർ യാത്രയേ ഉള്ളൂ. പക്ഷേ ആ ടൈമിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ക്ലാസ്സൊക്കെ കണ്ടവാനും മിസ് ചെയ്യും. അതുപോലെ ഇപ്പോഴത്തെ സെക്യൂരിറ്റി വെച്ചിട്ട്, നമ്മുടെ ട്രംപേട്ടൻ്റെ പരിപാടി വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സെക്യൂരിറ്റി ചെക്കും അതും ഇതൊക്കെ ഉണ്ട്. അത് കാരണം അതൊരു പ്രശ്നമാണ്. പക്ഷെ ഇത് എനിക്ക് ക്ലാസ് നാളത്തെ യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഒരു ഡൈനാമിക് ക്ലാസ്സാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇത്ര രസകരമായ, വളരെ നല്ല ക്ലാസ്സുകൾ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ കാലത്തിനിടയ്ക്ക്. പക്ഷെ ഇതിനകത്ത് ഞാൻ ക്ഷണിച്ചതനുസരിച്ച് വന്നു ചേർന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇത് അവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഒരുപാട് ഐഡിയ ചെയ്യുന്ന ഒരാളായിരുന്നു. അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്നൊന്നും എനിക്കൊരു പിടിയില്ല. എന്നാലും ഈ 8ാമത്തെ ബാച്ചിൽ ഞാൻ ഒരു സ്റ്റുഡൻ്റായിട്ട് ചേർന്നത് കൊണ്ട് എനിക്കൊരു എൻ്റെ ഭാവി വളരെ നല്ല രീതിയിലൊരു സന്തോഷത്തോടു കൂടി എനിക്ക് മരണം വരെയും പോകാമെന്നുള്ള ഒരു സപ്പോർട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അതിപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ആൾക്കാരൊക്കെ ഇത്ര നല്ല ആൾക്കാരാണ്. ഇതിനിടയ്ക്ക് 1-2 ലേസി ആൾക്കാരും ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. എന്നാലും ബാക്കി ഇതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ ഭയങ്കര. പിന്നെ സാറിനോട് ഒരു ചോദ്യം കൂടി, സാറ് ഈ ഗോശാലയിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എക്സ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, എങ്കിലും ഇൻഡിവിജ്വലായിട്ട് അയച്ചു കൊടുക്കാനുള്ള സൗകര്യം ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ അതൊന്ന് മുൻകൂട്ടി അറിയിച്ചാൽ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വൈഡായിട്ട് പല കമ്മ്യൂണിറ്റികളിലും ഞാൻ പോകാറുണ്ട്. അത് അവരൊക്കെ
ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്തും പിന്നെ മെക്സിക്കൻസിൻ്റെ അടുത്ത്, സ്പാനിഷ് സ്പീക്കിംഗ് ആൾക്കാരുടെ അടുത്തൊക്കെ പോകാറുണ്ട്. അവർക്കൊക്കെ ഇത് എത്തിക്കണം. ഈ വിഷയം അല്ലാത്തതുകൊണ്ട് ഓക്കെ, ഒറ്റ വാക്ക് മാത്രം ഓക്കെ. പറയാം. ഒറ്റ വാക്കിൽ ഇത് പറയാം. ഡൈനാമിക് പ്രോഗ്രാമാണ്. എല്ലാ അത് യാതൊരു സംശയമില്ല. ഇത്ര നല്ല ഏറ്റവും നല്ല കോഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ഇതിൻ്റെ ഗാന്ധിഗ്രാമിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. അത് സാറും പങ്കാശൻ സാറും നമ്മളുടെ സജു സജി സാറൊക്കെ എക്സ്ട്രാ ഓർഡിനറി ഡൈനാമിക്കാണ്. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. എനിക്ക് ഭയങ്കര വെർത്തായിട്ട് തോന്നുന്നു ഈ ക്ലാസ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്തായാലും സുരേന്ദ്ര സാറിന് 7ാമത്തെ ബാച്ചിൽ ആണ് സാർ അഡ്മിഷൻ എടുത്തെങ്കിലും 8ാമത്തെ ബാച്ചിലായിട്ട് എടുത്തെങ്കിൽ പോലും സാറിൻ്റെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് 7ാമത്തെ ബാച്ചിൻ്റെ ക്ലാസ്സുകളിൽ സാർ അറ്റൻഡ് ചെയ്തു. അതുകൊണ്ടാണ് സാർ ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യമായിട്ട് പറഞ്ഞത്. പ്രത്യേക നന്ദി സാർ. മറ്റാരെങ്കിലും പുതുതായിട്ട് പങ്കെടുത്തവർക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയാം. ഒരാൾ കൂടി. ജോസഫ് പറ. ഞാൻ 82-84 ഇലക്ട്രോണിക്സ് 10ാം ക്ലാസ് പാസ്സായ ആളാണ്. എന്തോ വർഷത്തെ ജോലിയൊന്നും ലഭിച്ചില്ല, സർക്കാർ ജോലിയൊന്നും ലഭിച്ചില്ല. അങ്ങനെ അങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പം ഞാൻ അന്ന് മൊബൈൽ ഉപയോഗിക്കുന്ന ആദ്യകാലത്ത് എന്റെ നാട്ടിൽ മൊബൈൽ ഉപയോഗിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകളിൽ ഒരാളായി എനിക്കൊരാളൊരു മൊബൈൽ സ്പോൺസർ ചെയ്ത കാരണം അങ്ങനെ ഒരു മൊബൈൽ കിട്ടി. ദീർഘകാലം മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിലൂടെ സുരേന്ദ്രൻ ചേട്ടനാണ് എന്നെ ഇതിലേക്ക് നയിക്കാനായിട്ട് ഇടയായത്. ഞാനത് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിലൂടെയാണ് എനിക്ക് മാരകമായിട്ടുള്ള അറിവുകൾ കിട്ടുന്നത്. ഇത് എന്തോ ഒരു ഭയങ്കര അറിവാണ്. അപ്പം വെറുതെ ഒരു മൊബൈലായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു മൊബൈലിന്റെ 1% പോലും നമ്മള് അത് ഉപയോഗിക്കുന്ന ഇതായിട്ട് സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയിൽ എനിക്കത് പറയണം. ഏകദേശം അങ്ങനെ ഈ സംരംഭത്തിന് ഒരു വലിയ ആശംസകൾ അറിയിക്കുന്നു. വലിയൊരു വിജയമായിട്ട്, വലിയൊരു തരംഗമായിട്ട് ഇത് കേരളക്കരയാകെ, കേരളക്കരയിൽ നിന്നാൽ മാത്രം പോരാ, ഇത് അറിവില്ലാത്ത ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തണം. അവരിത് മനസ്സിലാക്കണമെന്നുള്ള എല്ലാ വിദ്യാശംസകളും നേർന്നുകൊണ്ട് നിർത്തും. ഹലോ, ഒരു ഫീമെയിൽ വോയിസ് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഹലോ, എൻ്റെ പേര് ലില്ലി ജെയിംസ് ആണ്. ഞാൻ കണ്ണൂരിൽ നിന്നാണെന്ന് ആദ്യമേ പറഞ്ഞു. നമ്മൾ ഈ ഏജ് ഓവറുള്ള തലമുറയ്ക്ക്, നമ്മളിപ്പോൾ അണഞ്ഞു പോകാൻ പോകുന്ന ഒരു തലമുറയാണ്. മക്കളൊക്കെ പറയും മമ്മിക്കൊന്നും അറിയില്ല ഇപ്പോഴത്തെ ഫോണിനെ കുറിച്ച്. നമ്മൾ പഴയ നമ്പർ അടിക്കുന്ന ഫോണ് പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ ആപ്പിൾ ഫോണെല്ലാം എടുത്ത് അതിൽ എന്താണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ചെയ്താൽ നമ്മൾ വേറൊരു വഴിക്ക് ആയി പോവോ എന്ന് വിചാരിച്ച് എൻ്റെ മക്കൾ പറയും മമ്മി ഫേസ്ബുക്ക് പോലും ഉപയോഗിക്കരുതെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യം വന്നത് ഏറ്റവും വളരെ നമ്മൾ ഈ എന്താ പറയാ, നമ്മൾ അവസാനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതെനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്നെ പോലെ, അതായത് നമ്മൾക്ക് ഫോണൊന്നും അധികം യൂസ് ചെയ്യാൻ അറിയില്ല, വാട്സപ്പ് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളൊരു രൂപത്തിൽ അതിനെ ടൈമേ ഉള്ളൂ. അപ്പൊ ബിസിനസ്സാണ് നമ്മളുടെ പിന്നെ സംരംഭം, ബിസിനസ്സാണ്, ജോലി ഏതാണ്. അപ്പൊ ഇപ്പൊ കുറച്ച് റെസ്റ്റിംഗ് ടൈം ആയതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ സുരേന്ദ്ര സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് നോക്കിയത്. ഏതായാലും അദ്ദേഹത്തിനും അതുപോലെ ഇത് നടത്തുന്ന നിങ്ങൾക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു കാര്യം നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. എന്തായാലും ഇത് നമ്മൾക്ക് ഒരുപാട് നന്നായിരിക്കും. നാളെ ഇപ്പോഴത്തെ യുവതലമുറ, യങ്ങേഴ്സിന്റെ അടുത്ത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ന്യൂജൻ തലമുറയുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ സാധ്യതയായി തോന്നുന്നു. വളരെ നന്ദിയുണ്ട്. ഒറ്റ കാര്യം മാത്രം, എത്ര വയസ്സായി? എനിക്ക് 65 വയസ്സ്. ഭഗവാനെ, 65 വയസ്സെന്ന് പറഞ്ഞാൽ 56 വയസ്സ്, 50 വയസ്സിന് താഴെ ആയിട്ടുള്ളൂ ഞങ്ങളുടെ കണക്കനുസരിച്ച്. എന്നിട്ട് ഇത്രയും പ്രായമായെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 90 വയസ്സെങ്കിലും ആയിരിക്കണമെന്നാണ്. അപ്പോൾ പ്രായം ആയെന്ന് ആരും കരുതരുതേ ദയവ് ചെയ്ത്. അപ്പോൾ പ്രായമൊന്നും ആയിട്ടില്ല. പ്രായമായവരെക്കാളും ചിലപ്പോൾ നമ്മളിനി കുറച്ചു കാലം കൂടിയൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. ആ മേഖലയിലേക്കാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ലില്ലി ജെയിംസ് ചേച്ചിയോടുള്ള ഒരു അഭ്യർത്ഥന, ചേച്ചിയല്ല, ഞാൻ അല്പം വയസ്സ് കൂടിയ ആളാണ്, 62 വയസ്സ് എനിക്കുണ്ട്. അപ്പോൾ പിന്നെ ഇനിയും ധാരാളം കാര്യം
പഠിക്കാനും അറിയാനും ഉണ്ട്. അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. കണ്ണൂരുകാരും കേരളംകാരും ഒക്കെ ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ ശാന്തിഗ്രാമിലേക്ക് വരിക. എല്ലാവരെയും സ്വാഗതം തീർച്ചയായും. മറ്റുള്ള ആളുകൾക്ക് കൂടി ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പല ഗ്രൂപ്പുകളുമായിട്ട് ബന്ധങ്ങളുണ്ടാകും. ഈ ഫ്രീ ക്ലാസ്സുകളുടെ വീഡിയോയും ഒപ്പം ഇതിനുള്ള അറിയിപ്പും കൊടുക്കുക. കാരണം ഇത് ധാരാളം ആളുകൾ അറിയേണ്ടതുണ്ട്. കാരണം ഇത്രയും ഈ 4000 രൂപയോ അല്ലെങ്കിൽ 5000 രൂപയോ ഒക്കെ വാങ്ങിക്കൊണ്ട് നടത്തുന്ന ഒരു കോഴ്സും കേരളത്തിൽ 10,000 രൂപയ്ക്ക് നടത്തുന്ന കോഴ്സുകൾ പോലും നമ്മളിതിൻ്റെ കവർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം പോലും കവർ ചെയ്യുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ പല ക്ലാസ്സുകളിലും പൈസ കൊടുത്ത് പഠിച്ച ആളുകളായതുകൊണ്ടാണ് അത് പറയുന്നത്. ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായി ചെയ്യുന്നു. ഒരു മിനിമം ഫീസ് ഞാൻ ഇതിനകത്ത് ഇട്ട കുറിപ്പിൽ വിവരങ്ങളെല്ലാം ഉണ്ട്. ഫീസ് ഉള്ളവർക്കും ഫീസ് ഇല്ലാത്തവർക്കും പഠിക്കാനുള്ള അവകാശം ഞങ്ങൾ അവസരം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും നന്ദി. സാറേ, ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുണ്ട്. എനിക്ക് ഈ വീഡിയോ, ഇപ്പൊ നാളത്തെ വീഡിയോ, അത് ഈ 2 വീഡിയോ എനിക്ക് മറ്റ് ഷെയർ ചെയ്യാമോ? യൂട്യൂബിൽ പബ്ലിക് ക്ലാസ്സുകളെല്ലാം തന്നെ ഓപ്പൺ ആണ്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ കഴിയും. താങ്ക് യു. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാമല്ലോ സൈ സാർ. 9:26 അപ്പോൾ നന്ദി. സവി സാറ് മൈക്ക് ഓഫാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ശുഭരാത്രി. 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 താങ്ക് യു.